ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണോ? കേൾക്കാവോ? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ ആൻഡ് പ്രിസർവേഷൻ, അതായത് ആന്റികോയാഗുലന്റ് പ്രിസർവേഷൻ ഓഫ് ബ്ലഡ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് നമുക്ക് ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഫസ്റ്റ് ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ നോക്കുന്നതിന് മുന്നേ നമ്മളുടെ ബ്ലഡ് ബാങ്കിൽ എത്ര ടൈപ്സ് ഡോണേഴ്സ് വരുന്നുണ്ട്, അവ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ എത്ര ടൈപ്പ് ഡോണേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മളുടെ ബ്ലഡ് ബാങ്കിലുള്ളത്? 5 ടൈപ്സ് ഓഫ് ഡോണേഴ്സ് ആണ് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെയാ? ഫസ്റ്റത്തത് വോളണ്ടറി നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സ്, ആൻഡ് നമ്മൾ വോളണ്ടറി ഡോണേഴ്സ് എന്ന് പറയും. സെക്കൻഡ് വൺ എന്താ? റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ഡോണേഴ്സ്. തേർഡ് വൺ പ്രൊഫഷണൽ ഓർ കൊമേഴ്ഷ്യൽ പെയ്ഡ് ഡോണേഴ്സ്. ഫോർത്ത് വൺ ഡയറക്റ്റ് ഡോണേഴ്സ് ആൻഡ് ഫിഫ്ത് വൺ ഓട്ടോലോഗസ് ബ്ലഡ് ഡോണേഴ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ 5 ടൈപ്സ് ഓഫ് ഡോണേഴ്സ് പ്രസന്റ് ഇൻ ദ ബ്ലഡ് ബാങ്ക്. ഏതൊക്കെയാ? ഫസ്റ്റ് വോളണ്ടറി ഡോണേഴ്സ്, രണ്ടാമത്തേത് റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ഡോണേഴ്സ്, തേർഡ് വൺ പ്രൊഫഷണൽ ഓർ കൊമേഴ്ഷ്യൽ പെയ്ഡ് ഡോണേഴ്സ്, ആൻഡ് ഫോർത്ത് വൺ ഡയറക്റ്റ് ഡോണേഴ്സ്, ആൻഡ് ഫൈനലി ഓട്ടോലോഗസ് ഡോണേഴ്സ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തത് വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ്. വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ വോളണ്ടറി ആയിട്ട്, അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രഷറോ ഒരു മണിറ്ററി ബെനിഫിറ്റ്സ്, അതായത് നമുക്ക് പൈസയ്ക്ക് വേണ്ടി അല്ലാതെയോ, അതായത് നമ്മുടെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തോ അല്ലാതെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഡോണേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. അതായത് ദേ ആർ ദ പീപ്പിൾ ഹു ഡൊണേറ്റ് ദെയർ ബ്ലഡ് വിത്തൗട്ട് എനി പ്രഷർ ഓർ മണിറ്ററി ബെനിഫിറ്റ്സ്. അതായത് ആരുടെയെങ്കിലും ഫോഴ്സ് അല്ലാതെയോ എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടിയോ ഡൊണേറ്റ് ചെയ്യുന്നവരല്ല എന്ത് വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. സച്ച് ഡോണേഴ്സ് ആർ ഇമ്പോർട്ടന്റ് ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസ്. ഇങ്ങനെയുള്ള ഡോണേഴ്സ് ആണ് നമ്മളുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. കാരണം എന്താ? ദിയർ ബിലോങ്സ് ടു ലോ റിസ്ക് കാറ്റഗറി. ഈ വോളണ്ടറി ഡോണേഴ്സ് മിക്കവാറും ലോ റിസ്ക് കാറ്റഗറി ആയിരിക്കും. രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? ദേ ആർ മോസ്റ്റ്ലി വില്ലിംഗ് ടു ബി ആൻ പാനൽ ഓഫ് റെഗുലർ ബ്ലഡ് ഡോണേഴ്സ്. അതായത് നമ്മളിപ്പോ പല പല ഗ്രൂപ്പുകളിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഓ യൂണിറ്റ്, അതായത് ഓ പോസിറ്റീവ് 2 യൂണിറ്റ് ബ്ലഡ് ആണ് നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ അത് ഷെയർ ചെയ്ത് നമ്മളുടെ ബ്ലഡ് ഡോണേഴ്സിന്റെ ഗ്രൂപ്പുകളിൽ എത്താറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഡോണേഴ്സിന് കിട്ടാറുണ്ടല്ലോ. അതായത് ഒരു റെഗുലർ പാനൽ ഓഫ് ആൾക്കാർ എപ്പോഴും വില്ലിംഗ് ആയിട്ട് ഇരിക്കും നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി. അടുത്തത് എന്താ? മോസ്റ്റ്ലി റെസ്പോണ്ട് ടു അപ്പീൽ ഡ്യൂറിങ് എമർജൻസി. അപ്പൊ വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിന് ഇമ്പോർട്ടന്റ് ആണ്. റീസൺസ് എന്താ? അവര് ലോ റിസ്ക് കാറ്റഗറി ആണ്. പിന്നെന്താ? അവർക്ക് റെഗുലർ ഒരു ബ്ലഡ് ഡോണർ പാനൽ ഉണ്ടായിരിക്കും എല്ലാ ടൈമിലും. പിന്നെന്താ? ദേ മോസ്റ്റ്ലി റെസ്പോൺസ് ടു അപ്പീൽ ഡ്യൂറിങ് എമർജൻസി. നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് ഏതാ? വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് ആണ്. സെക്കൻഡ് വൺ എന്താ? റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ഡോണേഴ്സ്. നമ്മളുടെ കൺട്രിയിൽ മോസ്റ്റ് കോമൺ പ്രാക്ടീസ് ആയിട്ട് കാണുന്നത് റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ഡോണേഴ്സ് ആണ്. ഇവരെന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ റിലേറ്റീവ് ആർക്കെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ആൾക്ക് എന്തെങ്കിലും സർജറിയോ എന്തെങ്കിലും അത്യാവശ്യത്തിന് ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളുടെ റിലേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് കൊടുക്കും. അതായത് ആ പേഷ്യന്റിന് വേണ്ട നീഡ് അനുസരിച്ചാണ് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. നമ്മൾ വോളണ്ടറി ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടത്തിൽ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു റിലേറ്റീവോ ഫ്രണ്ട്സിന്റെയോ നീഡ് അനുസരിച്ച് ആ നീഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഡോണേഴ്സ് ഒന്നെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. അവരെന്തിനാ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്? ഡൊണേറ്റ് ദിയർ ബ്ലഡ് ഇൻ ദ റീപ്ലേസ്മെന്റ് ഓഫ് ബ്ലഡ് നീഡഡ് ഫോർ പർട്ടിക്കുലർ പേഷ്യൻസ്. ഒരു പേഷ്യന്റിന് എത്ര ബ്ലഡ് വേണോ അതിന് പകരമായിട്ട് നമ്മളുടെ ഫാമിലി ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. Such donors come forward mostly for specific purpose for helping their relatives or ഫ്രണ്ട്സ്. അതായത് അവരെന്തിനാ വരുന്നത്? നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിലാണ് അവര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. റീപ്ലേസ്മെന്റ് ഡൊണേഷൻ ഈസ് മോസ്റ്റ് കോമൺ പ്രാക്ടീസ് ഇൻ അവർ കൺട്രി. അപ്പൊ സോ നമ്മുടെ കൺട്രിയിൽ
മോസ്റ്റ് കോമൺലി കാണുന്ന ഡോണേഴ്സ് ഏതാ? റീപ്ലേസ്മെന്റോ റിലേറ്റീവ് ഡോണേഴ്സ് ആണ് മോസ്റ്റ് കോമൺലി നമ്മുടെ കൺട്രിയിൽ കാണുന്നത്. അടുത്തത് ഏതാ? പ്രൊഫഷണൽ ഓർ കൊമേഴ്ഷ്യൽ പെയ്ഡ് ഡോണേഴ്സ്. ഈ ഡോണേഴ്സിന് നമ്മൾ അങ്ങനെ കൂടുതൽ ഇംപ്രൂവ്, അതായത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല. കാരണം എന്താ? അവരെന്താ, പൈസയ്ക്ക് വേണ്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. പൈസയ്ക്ക് വേണ്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ട്രൂത്തും അവരുടെ ഹെൽത്ത് കണ്ടീഷൻസും എല്ലാം അവർ മറച്ചു വെച്ചിട്ടായിരിക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി ചിലപ്പോൾ അവര് ഒരു നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്ന ടൈം ഇന്റർവൽ എത്രയാ പറയുന്നേ? 3 എത്രയാ months. പറയുന്നേ? നമുക്കിപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് എത്ര ടൈം കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ബ്ലഡ് കൊടുക്കാം? 3 months. എത്രയാ? 3 months. ഓക്കെ, പണ്ട് 6 months ആയിരുന്നു. ഇപ്പൊ നമ്മൾ WHO റെക്കമെൻഡ് ചെയ്യുന്നത് 3 months ആണ്. അപ്പൊ ഞാനിപ്പം ഇന്ന് ബ്ലഡ് കൊടുക്കുകയാണ് എങ്കിൽ, ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് 3 monthsൽ എനിക്ക് അടുത്തത് 350 ml അല്ലെങ്കിൽ 450 ml ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പെയ്ഡ് ഡോണേഴ്സ് എന്താ, അവർ ഈ റെക്കമെൻഡ് ചെയ്യുന്ന ടൈമിനുള്ളിൽ തന്നെ മേ ബി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വില്ലിങ് ആവരായിരിക്കും. അപ്പൊ ഈ ടൈമിനുള്ളിൽ അവർ പൈസയ്ക്ക് കൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്താ, നമുക്ക് വേണ്ട സഫീഷ്യന്റ് നീഡുള്ള ബ്ലഡ് നമുക്ക് കിട്ടില്ല. കാരണം 3 മാസത്തിന്റെ കാലയളവിനുള്ളിൽ തന്നെ അവര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ബ്ലഡിൽ അത്രയും ബെനിഫിറ്റ്സ് റെസിപ്പിയന്റിന് കിട്ടില്ല. അതാണ് എന്ത്, പ്രൊഫഷണൽ ഓർ കൊമേഴ്ഷ്യൽ പെയ്ഡ് ഡോണേഴ്സ്. അതായത് ദേ ആർ ദ പീപ്പിൾ ഹു റിസീവ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ ബ്ലഡ് ദേ ഡൊണേറ്റ്. അവർ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിന് അവർ പൈസ സ്വീകരിക്കുന്നുണ്ട്. പിന്നെന്താ, ദിസ് ബ്ലഡ് ഡോണേഴ്സ് ഓഫൺ കൺസീൽഡ് ട്രൂത്ത് അബൌട്ട് ദർ ഇൽനെസ്, പ്രീവിയസ് ഡൊണേഷൻസ് ആൻഡ് പേഴ്സണൽ ലൈഫ്. അവരൊരിക്കലും അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ ഇൽനെസ്, അവരുടെ ഡൊണേഷൻ ടൈം ഒന്നും അവർ പറയില്ല. ദിസ് കോൺട്രിബ്യൂട്ട് ടു അൺസേഫ് ബ്ലഡ് സപ്ലൈ. They donate blood quite frequently than recommended and thus supply substandard units of blood which may give little or no benefits to the recipient. അവർ കറക്റ്റ് പ്രോപ്പർ ടൈം ഇന്റർവെൽസിൽ അല്ലായിരിക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് സ്വീകരിക്കുന്ന റെസിപ്പിയന്റിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പ്രൊഫഷണൽ കൊമേഴ്ഷ്യൽ പെയ്ഡ് ഡോണേഴ്സിന് നമ്മൾ ഒരിക്കലും അതായത് നമ്മൾ ഒരിക്കലും അവരിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാനാണ് നമ്മുടെ ഇന്ത്യയിൽ അത് അലൗഡ് അല്ല. നമ്മൾ മിക്കവാറും അത് സ്വീകരിക്കാറില്ല. നമ്മൾ അവിടെ ഹൈ റിസ്ക് കാറ്റഗറി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അവരിൽ നിന്ന് ബ്ലഡ് സ്വീകരിച്ചാൽ നമുക്ക് ഡിസീസ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. അടുത്ത എന്താ, ഡയറക്റ്റ് ഡോണേഴ്സ്. ഡയറക്റ്റ് ഡോണേഴ്സ് എന്ന് ഒന്നുമില്ല, അതായത് പേഷ്യന്റിന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ഡോണറിന്. അതായത് നമ്മുടെ ഇപ്പം ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട് ആയിക്കട്ടെ, അവർക്ക് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും, നമ്മുടെ പേഷ്യന്റിന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് പറയാം എന്റെ ബ്ലഡ് ആ പേഷ്യന്റിന് തന്നെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് നമുക്ക് പറയാം. അതായത് ദ ഫാമിലി റിക്വസ്റ്റ് ദാറ്റ് ദ ബ്ലഡ് ബി ഗിവൺ ടു ദ സ്പെസിഫിക് പേഷ്യന്റ്. അതായത് ഇപ്പൊ ഞാൻ ബ്ലഡ് കൊടുക്കുകയാണ്, ഞാൻ കൊടുക്കുന്ന ആൾക്കും എന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ എനിക്ക് പറയാം, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സിന് പറയാം, എന്റെ ബ്ലഡ് ആ പേഷ്യന്റിന് തന്നെ കമ്പൽസറി ആയിട്ട് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് വൺ ടൈപ്പ് ഓഫ് റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ഡോണേഴ്സ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് അറിയാം, നമ്മൾ ഇപ്പം ഒരാളിപ്പോ ഒരു 2 യൂണിറ്റ് എ ബ്ലഡ് ഗ്രൂപ്പ് വേണമെന്ന് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മേ ബി എ കൊടുക്കും, അല്ലെങ്കിൽ അതിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വേറൊരു യൂണിറ്റ് ഓയോ നമ്മൾ കൊടുക്കും. കമ്പൽസറി ആയിട്ട് എ കൊടുക്കണമെന്നില്ല, 2 യൂണിറ്റ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നു. വേണ്ടി ആ എമൗണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ പേഷ്യന്റിന് പോകുന്നത് വേറെ ബ്ലഡ് ആണ്. പക്ഷെ പേഷ്യന്റിന് കൊടുക്കണം എന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഫൈനലി എന്താ, ഓട്ടോലോഗസ് ഡോണേഴ്സ്. ഓട്ടോലോഗസ് ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓട്ടോലോഗസ് ഡോണേഴ്സ് ആർ ഡൊണേഷൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഗിവ് ബ്ലഡ് ഫോർ ദെയർ ഓൺ യൂസ്. അതായത് ഇപ്പൊ ഞാൻ ബ്ലഡ് ഡൊണേറ്റ്, അതായത് എന്റെ ആവശ്യത്തിന് ഞാൻ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് അത് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓട്ടോലോഗസ് ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ.
ഓക്കെ, അപ്പൊ നമ്മുടെ ഓട്ടോലോഗസ് ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ നീഡിന് വേണ്ടി അവർ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് അത് പ്രിസർവ് ചെയ്ത് വെക്കുന്നു. അവരുടെ എന്തെങ്കിലും അതായത് എന്തെങ്കിലും നീഡുള്ള ടൈമിൽ അവർ ആ ബ്ലഡ് എടുത്ത് അവർക്ക് തന്നെ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോലോഗസ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എത്ര ടൈപ്പ് ഡോണേഴ്സ് ആണ് നമ്മുടെ ബ്ലഡ് ബാങ്കിലുള്ളത്? മെയിൻ ആയിട്ട് 5 ടൈപ്പ്. ഏതൊക്കെയാ? ഫസ്റ്റത്തത് വോളണ്ടറി ഡോണേഴ്സ്, സെക്കൻഡ് വണ് റിലേറ്റീവ് ഓർ റീപ്ലേസ്മെന്റ് ഡോണേഴ്സ്, തേർഡ് വൺ പ്രൊഫഷണൽ പെയ്ഡ് ഡോണേഴ്സ്, ഫോർത്ത് വണ് ഡയറക്റ്റ് ഡോണേഴ്സ് ആൻഡ് ഫിഫ്ത് വൺ ഓട്ടോലോഗസ് ഡോണേഴ്സ്. ഇപ്പൊ ഡോണേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോണേഴ്സ്. Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഒരു ഡോണർ, അതായത് ഇത്ര ടൈപ്പ് ഡോണേഴ്സ് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ വരുന്നു എന്ന് പറഞ്ഞു. ഇനി ആ ഡോണറിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അതാണ് അടുത്തത്. സെലക്ഷൻ ഓഫ് ഡോണർ. മെയിൻ ആയിട്ട് 2 ക്രൈറ്റീരിയ ആണ് നമ്മൾ ഡോണർ സെലക്ഷന് പറയുന്നത്. ഫസ്റ്റത്തത് മെഡിക്കൽ ഹിസ്റ്ററി, രണ്ടാമത്തത് പ്രിലിമിനറി ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയും. അപ്പൊ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തവരാണെന്ന് തോന്നുന്നു. ഡൊണേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഡോണറിന്റെ ഹെൽത്ത് ചെക്കപ്പും ചെയ്യും. ഇത് രണ്ടും നമുക്ക് വേണ്ട നീഡ് അനുസരിച്ച് ഫോളോ ചെയ്താൽ മാത്രമേ ആ ഡോണർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ അവരെ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് എന്തൊക്കെയാ നോക്കുന്നത്? നമ്മൾ ഒരു ഡോണർ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ബ്ലഡ് ബാങ്കിൽ ഓരോ സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. പ്രോസസ്സിങ്, അതായത് നമുക്ക് കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്യാൻ, ക്രോസ് മാച്ച് ചെയ്യാനും TTD സ്ക്രീനിങ് നോക്കാനൊക്കെ സെപ്പറേറ്റ് ഏരിയകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഡോണർ, അതായത് ബ്ലീഡിങ് ഡോണർ സെലക്ഷൻ ഏരിയയിലോട്ട് ഡോണർ വന്നു. അപ്പൊ അവർക്ക് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നതിന് മുന്നേ അവിടെ ഒരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നതിന് മുന്നേ എല്ലാ ഡോണേഴ്സിനും ഒരു പ്രീ ഡൊണേഷൻ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ബിഫോർ ടേക്കിംഗ് മെഡിക്കൽ ഹിസ്റ്ററി, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻഫോം ഓൾ പൊട്ടൻഷ്യൽ ഡോണേഴ്സ് അബൌട്ട് ദ ഹെൽത്ത് കണ്ടീഷൻ ആൻഡ് ഹൈ റിസ്ക് ബിഹേവിയർ വിച്ച് മേക്ക് ദം അൺസ്യൂട്ടബിൾ ടു ഡൊണേറ്റ് ബ്ലഡ്. നമ്മളുടെ ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞ എല്ലാവർക്കും നമ്മളുടെ ഈ കൊടുക്കുന്നതിന്റെ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും അറിയില്ല. അപ്പൊ നമ്മളുടെ എല്ലാവരും മെഡിക്കലി റിലേറ്റഡ് ആയിട്ട് ആയിരിക്കണമെന്നില്ല. അപ്പൊ വരുന്നവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ എന്തൊക്കെ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതിന്റെ ഗുണങ്ങൾ എന്താണ്, എല്ലാം നമ്മൾ ഒരു കൗൺസിലിങ്ങിലൂടെ ഡോണറിന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്താ, നമുക്ക് ബ്ലഡ്, അതായത് ഡൊണേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അതായത് നമ്മൾ പ്ലക്കാർഡ് ആയിട്ടോ അതൊക്കെ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാ? കൗൺസിലർ ആയിരിക്കും. അതായത് മിക്കവാറും ആശാവർക്ക് അങ്ങനെ പോലുള്ളവരായിരിക്കും നമ്മുടെ ബ്ലഡ് ബാങ്കിൽ കൗൺസിൽ ചെയ്യുന്നത്. അപ്പൊ കൗൺസിൽ ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ കൗൺസിലിംഗിന്റെ ടൈമിൽ തന്നെ ഒന്നുകിൽ നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററി ചോദിച്ചറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഡോണറിനെ കൊണ്ടുവരുന്ന നമുക്കത് ഫില്ല് ചെയ്ത് ക്വസ്റ്റ്യനിയർ ഫില്ല് ചെയ്ത് വാങ്ങാറുണ്ട്. അപ്പൊ നമ്മൾ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. ഡോണർ, നമുക്ക് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവർ എത്രത്തോളം നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. മാക്സിമം നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മളൊരു ആഫ്റ്റർ പ്രിലിമിനറി എക്സാമിന് ശേഷം ഡോണർ നമുക്ക് ഹെൽത്തി ആയിട്ട് അപ്പിയർ ചെയ്താൽ നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി ക്വസ്റ്റ്യനെയർ ചോദിക്കും. അതായത് ഒരു ഡോണർ രജിസ്ട്രേഷൻ കാർഡ് നമ്മൾ കൊടുക്കും. അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ഡോണർ തന്നെ ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾക്ക് ആ പ്രീ ഡൊണേഷൻ കൗൺസിലിംഗിന്റെ ടൈമിൽ ഇന്റർവ്യൂർ തന്നെ അവരുടെ കോൺവെർസേഷൻ വഴി ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഡോണറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ടെമ്പററി ഡെഫറൽ ആണോ, അതോ പെർമനന്റ്ലി റിജക്റ്റഡ് ആണോ? എന്താണ് ടെമ്പററി ഡെഫറൽ, എന്താണ് റിജക്ഷൻ നോക്കാം. ടെമ്പററി ഡെഫറൽ എന്ന് പറഞ്ഞാൽ ചില കാരണങ്ങൾ കൊണ്ട് കുറച്ച് ടൈം, അതായത് കുറച്ച് സമയത്തേക്ക് ഈ ഡോണേഴ്സിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഡെഫറൽ എന്ന് പറയുന്നത്. ടെമ്പററി ഡെഫറൽ, കുറച്ച് നാളത്തേക്ക് ടെമ്പററി ആയിട്ട് അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത എന്താ? റിജക്ഷൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ്ലി അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനർ എല്ലാം നോക്കിയതിന് ശേഷം ഈ മെഡിക്കൽ ഓഫീസർ, അതായത് നമ്മൾ
എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ മെഡിക്കൽ ഓഫീസർ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ മെഡിക്കൽ ഓഫീസറാണ് ഡിസൈഡ് ചെയ്യുന്നത്, അതായത് ഈ ഡോണറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അത് ടെമ്പററി ആയിട്ട് ഡിഫർ ചെയ്യണോ, അതോ പെർമനന്റ് ആയിട്ട് റിജക്ട് ചെയ്യണോ. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത് എന്തൊക്കെ റീസൺസ് കൊണ്ട് ഒരാള് ഡെഫറൽ ആവാം. ഡെഫറൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ടെമ്പററി ആയിട്ട് കുറച്ച് നാളത്തേക്ക് നമ്മള് ഡോണറിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാണ് കുറച്ച് റീസൺസ് നോക്കാം. ഫസ്റ്റത്തെ നമ്മൾ പറയുന്നത് അബോർഷൻ ആണ്. അബോർഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 മന്തിലോട്ട് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി പ്രഗ്നൻസി ആണെങ്കിലോ 6 മന്ത് ആഫ്റ്റർ ഡെലിവറി, ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ നമുക്ക് 6 മന്ത് എന്ന് പറയാം. ഇനി ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള മദർ ആണ് എങ്കിൽ 12 മന്ത് ആഫ്റ്റർ ഡെലിവറി, അതായത് ഡെലിവറിക്ക് ശേഷം 12 മാസത്തിന് ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള മദർ ആണെങ്കിൽ. ഇല്ലെങ്കിൽ 6 മന്ത് ആഫ്റ്റർ ഡെലിവറിക്ക്, അതായത് 6 മാസത്തിന് ശേഷം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സ്വീകരിച്ച്, ഇപ്പൊ ഞാൻ ബ്ലഡ് അതായത് മുന്നേ ഞാൻ ബ്ലഡ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 1 ഇയർ കഴിഞ്ഞിട്ട് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റൂ. അതായത് ബ്ലഡ് ഡൊണേഷൻ അല്ല, ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് ബ്ലഡ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 12 മന്ത് എങ്കിലും വേണം നമുക്ക്. പിന്നെ അതായത് ഞാനിപ്പോ മേ ബി ഒരു പേഷ്യന്റ് ആയിരുന്നു, എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു, ആഫ്റ്റർ 1 ഇയറിന് ശേഷം മാത്രമേ ഞാൻ ഹെൽത്തി കണ്ടീഷൻ ആണെങ്കിൽ എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൽക്കഹോളിസം ആണെങ്കിൽ ടിൽ ഇൻടോക്സിക്കേ, അതായത് നമുക്ക് അത് കംപ്ലീറ്റ്ലി നിർത്തുന്നത് വരെ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പാടില്ല. ഇനി മൈനർ സർജറി ആണെങ്കിലോ 3 മന്ത്സ് ആണ് പറയുന്നത്, മേജർ സർജറി ആണെങ്കിൽ 12 മന്ത്സ് ആണ് പറയുന്നത്. ഇനി ടൈഫോയിഡ് വന്നിട്ടുള്ള ആളാണെങ്കിൽ റിക്കവറി, അതായത് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 1 ഇയറിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഹിസ്റ്ററി ഓഫ് മലേറിയ നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. നോൺ എൻഡമിക് ഏരിയയിലും പറയും. ഈ നോൺ എൻഡമിക് ഏരിയയിൽ നിന്നാണ് ഡോണർ വരുന്നതെങ്കിൽ 3 ഇയർ ആണ് നമ്മൾ ഡെഫറൽ പറയുന്നത്. എൻഡമിക് ഏരിയ ആണെങ്കിൽ 3 മന്ത്സ് ആണ് പറയുന്നത്. അപ്പൊ ഹിസ്റ്ററി ഓഫ് മലേറിയ വന്നിട്ടുള്ള ആളാണെങ്കിൽ 3 ഇയർ ഓഫ് നോൺ എൻഡമിക് ഏരിയ, 3 മന്ത്സ് ഇൻ എൻഡമിക് ഏരിയ ആണ് പറയുന്നത്. ഇനി ടാറ്റു അടിച്ചിട്ടുള്ള ആളാണെങ്കിലോ ടാറ്റു അടിച്ച് ഒരു 6 മന്ത്സിന് ശേഷം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. കുറച്ചധികം കണ്ടീഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, അക്യൂട്ട് നെഫ്രൈറ്റിസ് ആണെങ്കിൽ 6 മന്ത്സ് ആണ് പറയുന്നത്. ഇനി നമുക്ക് ചില അതായത് വാക്സിൻ എടുത്താൽ വാക്സിൻ നമുക്ക് പല ടൈപ്പ് ഉണ്ട്, അതിൽ പല രീതിയിൽ പറയുന്നുണ്ട്. ഈ കോളറ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പോളിയോ വാക്സിൻ, അതായത് നമ്മുടെ ഓറൽ പോളിയോ വാക്സിൻ, അങ്ങനെയുള്ള വാക്സിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചില വാക്സിൻസ് എടുക്കുമ്പോഴത്തേക്ക് പനി വരാണ്. അപ്പൊ ഈ സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അത് ഏതൊക്കെ വാക്സിനാ? കോളറ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പ്ലേഗ്, ഗാമ ഗ്ലോബുൽ ആൻഡ് പോളിയോ. ഓറൽ പോളിയോ വാക്സിൻ ആണ്. ഈ ഇത്രയും വാക്സിൻ എടുക്കുകയാണെങ്കിൽ 15 ഡേയ്സ് ആഫ്റ്റർ സിംറ്റംസ് ഫ്രീ. ഇനി ചില വാക്സിൻസ് നോക്കുകയാണെങ്കിൽ അതിന് നോ ഡെഫറൽ പീരീഡ്, അതായത് പാരടൈഫോയിഡ്, ഇൻഫ്ലുവൻസ, പെട്രൂസിസ്, അതായത് IV, അതായത് പോളിയോ സാക്ക് ഇഞ്ചക്ഷൻ, അതായത് IV നമ്മൾ IV ആയിട്ട് കൊടുക്കുന്ന പോളിയോ വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോ ഡെഫറൽ ആണ്. അപ്പൊ ഡെഫറൽ ഇല്ലാത്ത വാക്സിൻസ് ഏതൊക്കെയാ? പാരാടൈഫോയിഡ്, ഇൻഫ്ലുവൻസ, പെട്രൂസിസ്, പോളിയോ സാൽക്ക് ഇഞ്ചക്ഷൻ, അതായത് IPV നമ്മൾ ചെയ്യുന്ന പോളിയോ വാക്സിൻസ്, അതിനൊന്നും നമുക്ക് ഡെഫറൽ ഇല്ല. ഇനി അടുത്തൊരു വാക്സിൻസ് ഒക്കെ നമുക്ക് റേബിസ് വാക്സിനേഷൻ, അതായത് പേവിഷബാധയ്ക്ക് വാക്സിൻ എടുത്താൽ നമുക്ക് 1 ഇയർ ആഫ്റ്റർ വാക്സിനേഷൻ, അതായത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ജോണ്ടിസ്, അതായത് മഞ്ഞപ്പിത്തത്തിന്റെ എന്തെങ്കിലും ഹിസ്റ്ററി പേഷ്യന്റ് ഡോണറിനുണ്ട് എങ്കിൽ 1 ഇയറിന് ശേഷം മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെന്താ, മീസിൽസ്, മംസ്, ചിക്കൻ ബോക്സ്, ഇങ്ങനെയുള്ള ഈ 3 ഡിസീസ് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് 8 വീക്സിന് ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് നമുക്ക് കമ്പോണന്റ് പഠിക്കുമ്പോൾ പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. നമ്മളിപ്പം ഒരാളുടെ നിന്ന് ഹോൾ ബ്ലഡ് മൊത്തത്തിൽ എടുത്താൽ അതിൽ നമുക്ക് 4ഓ 5ഓ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കമ്പോണന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് ആണ് ഒരാളുടെ പർപ്പസ്ഫുള്ളി നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ഡോണർ ആസ്പിറിന്റെ ഡ്രഗ് എടുക്കുക, അതായത് അറ്റ്ലീസ്റ്റ് 3 ഡേയ്സ് ബിഫോർ ദ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ, അതായത് 3 ദിവസത്തിന് മുന്നേ എങ്കിലും
ആ ആസ്പിറിന്റെ ഇഞ്ചക്ഷൻ അതായത് സ്റ്റോപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഡോണറിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത എന്താ, ലോക്കലൈസ്ഡ് സ്കിൻ ക്യാൻസർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മന്ത് ആണ് പറയുന്നത്. പിന്നെ പറയുന്നത് സിഫിലിസ്. ആക്ച്വലി സിഫിലിസ് വന്ന് ക്യൂർ ചെയ്ത ഒരാൾക്ക് കൺഫ്യൂഷൻ വരരുത്. സിഫിലിസ്, ആന്റി സിഫിലിസ്, സിഫിലിസ് എന്ന് പറഞ്ഞാൽ എന്താ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. സിഫിലിസ് കോസ് ചെയ്യുന്നത് ആരാ? ആരാ സിഫിലിസ് കോസ് ചെയ്യുന്നേ? ട്രിപ്പോണിമ പലേഡം. ഓണിമ പെലേഡം. അതെന്താ, ബാക്ടീരിയ ആണോ വൈറസ് ആണോ, എന്താ അത്? ബാക്ടീരിയ. ബാക്ടീരിയ. കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ എന്ത് ടൈപ്പ് ബാക്ടീരിയ ഇത്? ഓക്കെ, Spirochetes. സ്പൈറോകെറ്റ്സ് ആണ്. അതായത് ഡെലിക്കേറ്റ് തിൻ സ്ട്രക്ചർ, ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്പൈറലി കോൾഡ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് ട്രിപ്പോണിമ പല്ലിഡം. അതാണ് സിഫിലിസ് കോസ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഒരു ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. സിഫിലിസ് ഉള്ള ഒരാളാണെങ്കിൽ ട്രാൻസ്ഫ്യൂസ്, അതായത് നമ്മുടെ ബ്ലഡിൽ കൂടെ അത് ട്രാൻസ്ഫ്യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് സിഫിലിസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. അതായത് സിഫിലിസ് വന്ന് കംപ്ലീറ്റ്ലി ക്യൂർ ആയതിനു ശേഷം നമുക്ക് ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഗൊണേറിയ ആണെങ്കിലോ, ഗൊണേറിയ വന്ന് നമുക്കൊരു 12 മന്ത്സ് കംപ്ലീറ്റ്, അതായത് റിക്കവറി ആയതിനു ശേഷം 12 മന്ത്സിന് ശേഷം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇനി ട്യൂബർക്കുലോസിസ് ആണെങ്കിലോ, നമ്മൾ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് സക്സസ്ഫുള്ളി റിക്കവറി ആയതിനു ശേഷം ഒരു 5 ഇയർ, അതായത് സക്സസ്ഫുള്ളി റിക്കവറി വന്ന് ഒരു ആഫ്റ്റർ 5 ഇയേഴ്സിന് ശേഷം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ കുറച്ചധികം ഡെഫറൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നോക്കുക. അത് ബ്ലഡ് ഡൊണേഷൻ അല്ല. ബ്ലഡ് ഡൊണേഷൻ ആണെങ്കിൽ 3 മന്ത്സ് ആണ്, ട്രാൻസ്ഫ്യൂഷൻ ആണെങ്കിൽ 12 മന്ത്സ് ആണ്. പിന്നെ മലേറിയയുടെ നോക്കുക, നോൺ എൻഡമിക് ഏരിയയിൽ 3 ഇയർ ആണ്, എൻഡമിക് ഏരിയയിൽ 3 മന്ത്സ് ആണ്. ബാക്കിയൊക്കെ നമുക്ക് മാഡം മലേറിയയുടെ തിരിച്ചല്ലേ? ഉള്ളതാണ്. മാഡം മലേറിയ എൻഡമിക് ഏരിയയിൽ 3 ഇയേഴ്സ് അല്ലേ? എന്താ, കേട്ടില്ല? മലേറിയ എൻഡമിക് ഏരിയാസിൽ 3 ഇയേഴ്സ് അല്ലേ പറയുന്നത്? അത് അങ്ങോട്ടും കൂടി തിരിഞ്ഞില്ലേ? നോൺ എൻഡമിക് ഏരിയയിലാണ് 3 ഇയേഴ്സ്. നോൺ എൻഡമിക്കിലോ? അല്ല, എൻഡമിക് എന്ന് പറയുമ്പോ ആ ഡിസീസ് പ്രിവലന്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയ എന്നല്ലേ? അപ്പൊ അവിടെയല്ലേ കൂടുതൽ ഡെഫറൽ പീരീഡ് വരിക? പക്ഷെ പോസിബിലിറ്റി ചാൻസ് പറയുന്നത് നോൺ എൻഡമിക് ഏരിയയിലാണ് നമുക്ക് മലേറിയയുടെ സ്പ്രെഡ് കൂടുതലായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് നോൺ എൻഡമിക് ഏരിയയിൽ 3 ഇയർ എന്ന് പറയുന്നത്. അത് നമ്മുടെ എൻഡമിക് ഏരിയ നമ്മൾ കൺഫേം ഡയഗ്നോസിസ് ചെയ്തതല്ലേ, അതുകൊണ്ടാണ് 3 മന്ത്സ് എന്ന് പറയുന്നത്. ഒരു ഓക്കെ ചെറിയ ആണോ? ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. മലേറിയയുടെ ഒക്കെ പുതിയ അപ്ഡേറ്റ് പ്രകാരം 3 മന്ത്സ് ഫോളോയിങ് ഫുൾ റിക്കവറി എന്നാണ് വരുന്നത്. വോയിസ് ക്ലിയർ അല്ല. മലേറിയ ഡെഫർ ഫോർ 3 മന്ത്സ് ഫോളോയിങ് ഫുൾ റിക്കവറി ആണ്. ഓക്കെ, അത് തന്നെയാണ് റിക്കവറിക്ക് ശേഷം എൻഡമിക്കും നോൺ എൻഡമിക് ഏരിയയിലും സെപ്പറേറ്റ് ആണ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ നമ്മളിപ്പം ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമ്മളിപ്പം ബ്ലഡ് ബാങ്കിൽ പറയുന്നത് 5 എണ്ണമാണ്. ഏതൊക്കെയെന്ന് അറിയാവോ? നമ്മൾ ബ്ലഡ് ബാങ്കിൽ മലേറിയ, ഓക്കെ, അപ്പൊ നമ്മൾ 5 എണ്ണമാണ്. 5 എണ്ണം അല്ല, നമുക്ക് ഒരുപാട് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട്. അതായത് HIV ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട്, സിഫിലിസ്, മലേറിയ. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഈ 5 ഇൻഫെക്ഷനിൽ നമുക്ക് ബ്ലഡ് ഒരിക്കലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് റിജക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ഹിസ്റ്ററി ഓഫ് മലേറിയ എന്ന് പറഞ്ഞു, നമ്മൾ മലേറിയ വന്ന് പെർമനന്റ് ക്യൂർ ആയതിനു ശേഷമാണ് നമ്മൾ പറയുന്നത് സെപ്പറേറ്റഡ് ആയിട്ട് നോൺ എൻഡമിക് ഏരിയയിൽ 3 ഇയറും എൻഡമിക് ഏരിയയിൽ 3 മന്ത്സ് വന്ന്. കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ.
നമ്മൾ ഒരിക്കലും ഈ 5 ആക്റ്റീവായി, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. മലേറിയയുടെ നമ്മൾ ഹിസ്റ്ററി ഓഫ് മലേറിയ, അതായത് നമ്മൾ മലേറിയ വന്ന് ക്യൂർ ആയതിനു ശേഷമാണ് ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് എടുത്തു പറഞ്ഞത്. നമുക്ക് മലേറിയ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് റിജക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് കംപ്ലീറ്റ്, അതായത് പെർമനന്റ് ആയിട്ട് നമുക്ക് റിജക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഡിസീസ്? അതായത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്രോണിക് ഡിസീസും നമുക്ക് പെർമനന്റ്ലി റിജക്ഷൻ വരുന്നതാണ്. അതായത് ക്രോണിക് ഡിസീസ് ഏതൊക്കെയാ? ഹേർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, അങ്ങനെയുള്ള ക്രോണിക് ഡിസീസ് വന്ന ഒരാൾക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ, നമുക്ക് ഡയബറ്റിസ് കൺട്രോൾഡ് ഓൺ ഇൻസുലിൻ എടുക്കുന്ന ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബ്ലീഡിംഗ് ഡിസീസ്, അതായത് മെൻസ്ട്രൽ പ്രോബ്ലം, എക്സസീവ് ആയിട്ട് ബ്ലീഡിംഗ് ഉള്ള ഒരാൾക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാൻസർ ഉള്ള പേഷ്യൻസ്, പിന്നെ നമ്മുടെ TTD അതായത് ഹെപ്പറ്റൈറ്റിസ് സി, എയ്ഡ്സ്, പിന്നെ നമുക്ക് സർക്കുലേറ്ററി പ്രോബ്ലംസ്, എപ്പിലെപ്സി, അൾസേഴ്സ്, ഇങ്ങനെയുള്ള ഡിസീസ് ഉള്ളവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം കണ്ടീഷൻ ഫോർ റിജക്ഷൻ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്രോണിക് ഡിസോർഡറും, ക്യാൻസറും, ട്രാൻസ്മിഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആക്റ്റീവ് പ്രസന്റ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് എഴുതാം. ഈ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ നമുക്ക് ത്രൂ ഔട്ട് ആ ഡിസീസ് നമ്മൾ ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. അത് ഹെപ്പറ്റൈറ്റിസ് ബിയും വീണ്ടും നമുക്ക് ക്യൂറബിൾ ആണ്, പക്ഷേ എയ്ഡ്സ് നമുക്ക് ക്യൂറബിൾ അല്ല, ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും ഡിസീസ് വന്നാൽ നമുക്ക് പെർമനന്റ് ആയിട്ട് ഡോണറിനെ റിജക്ട് ചെയ്യും. കാരണം ഇവര് ബ്ലഡ് ഡൊണേറ്റ്, ഈ ക്രോണിക് ഡിസീസ് ഒക്കെ ഉള്ളവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ ആ ഡോണറിന്റെ ഹെൽത്ത് കണ്ടീഷനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു പോർഷൻ ആണ് ഹെൽത്ത് ചെക്കപ്പ്. അതായത് മാൻഡേറ്ററി ക്രൈറ്റീരിയ ഫോർ ബ്ലഡ് ഡോണർ, അതായത് ഡോണറിന് വേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ, നമ്മൾ വന്നിട്ട് ഒരു ജനറൽ അപ്പിയറൻസ് നോക്കും. ഡോണർ നമുക്കൊരു ഗുഡ് ഹെൽത്തി ആയിട്ട് അപ്പിയർ ചെയ്യണം. പിന്നെ എന്താ, ഏജ് ഇന്റർവെൽസ് എത്രയാ? 18 to 65 ഇയേഴ്സ് ഓഫ്, അതായത് 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. പിന്നെ വെയിറ്റ് പറയുന്നത് എത്രയാ? 45 to 55 kg ഉള്ള ഒരാൾക്ക് 350 ml ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. മോർ ദാൻ 55 kg ആണെങ്കിൽ അവർക്ക് എത്ര ml വരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? 450 ml വരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇനി ബ്ലഡ് പ്രഷർ പറയുകയാണെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100 to 160 mm of Hg ആയിരിക്കണം സിസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷർ മിനിമം 60 to 90 mm of Hg ആയിരിക്കണം. ഇനി പൾസ് നമ്മൾ നോക്കുകയാണെങ്കിലോ, പൾസ് എത്രയാ? 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് റെഗുലർ പൾസ് ആയിരിക്കണം. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി, അതായത് ഓറൽ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് എക്സീഡ് 37.5 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് ഹീമോഗ്ലോബിൻ. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് മിക്കവാറും ചോദിക്കുന്നതാണ്. നമുക്ക് ഒരു ഡോണറിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ WHO റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ എത്രയാ? 12.5 gram per deciliter ആണ് നമ്മുടെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. നോട്ട് മോർ ദാൻ 17 gram per deciliter. 17ന് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ബ്ലഡ് അത് ഡൊണേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. 12.5 to 17 gram per deciliter ആണ് നമ്മൾ പറയുന്ന ഹീമോഗ്ലോബിന്റെ റേഞ്ച്. അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മിനിമം എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ റിക്വയർഡ് ടു ഡൊണേറ്റ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ 12.5 gram per deciliter ആണ്. അപ്പൊ നമ്മൾ ഇത് ഇത്രയാണ് ഹെൽത്ത് ചെക്കപ്പ് ആയിട്ട് പറയുന്നത്. ഏജ് 18 to 65 ഇയേഴ്സ് ആണ്. വെയിറ്റ് 45 to 55 ഉള്ള ഒരാൾക്ക് 350 ml ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. മോർ ദാൻ 55 ആണെങ്കിൽ 450 ml ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇനി ബ്ലഡ് പ്രഷർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 100 to 160 mm ആയിരിക്കണം. അതായത് ആ റേഞ്ച് ആണ് പറയുന്നത്. ഡയസ്റ്റോളിക് പ്രഷർ 60 to 90 mm of Hg ആയിരിക്കണം. പൾസ് നോക്കുകയാണെങ്കിൽ 60 to 100 ബീറ്റ്സ് ആയിരിക്കണം. ടെമ്പറേച്ചർ 37.5 കൂടാൻ പാടില്ല. ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ മിനിമം 12.5 gram per deciliter, മാക്സിമം 17 gram per deciliter ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പും ഹിസ്റ്ററി എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഡോണർ നമ്മുടെ മെഡിക്കൽ ഓഫീസറുടെ അടുത്തോട്ട് ചെല്ലും. അത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് അവരുടെ ഒന്ന് ഫിസിക്കൽ ഒരു അപ്പിയറൻസ് നമ്മൾ ചെക്ക് ചെയ്യും. മെയിൻ ആയിട്ട് നമ്മൾ ഈ ബ്ലഡ് ഡൊണേറ്റ്, അതായത് ബ്ലഡ് കളക്ഷൻ ഏരിയയിലിട്ടാണ് നമ്മൾ നോക്കുക. അതായത് എന്തെങ്കിലും റാഷസോ, പിന്നെ നമുക്ക് സ്വളനായിട്ട് എന്തെങ്കിലും ലിംഫ് നോഡ്സോ ഗ്ലാൻഡോ ഒക്കെ നമുക്ക് വിസിബിൾ ആണോ നോക്കും. നമ്മൾ അതായത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്കിൻ റാഷസ്, നമ്മുടെ
വെനി പഞ്ച് സൈറ്റിൽ കുറെ സ്കാർസ് കാണുകയാണ് നമുക്ക് എന്താ ഡിസൈഡ്, ഒന്നെങ്കിൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്താ ഡ്രഗ് അഡിക്റ്റേഴ്സ് ആയിരിക്കും, ഡ്രഗ് അബ്യൂസേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ വെനിപ്പഞ്ച് സൈറ്റിൽ നമുക്ക് നീഡിൽ സ്കാർസ് ഉണ്ടാണെങ്കിൽ നമുക്ക് ഇത് രണ്ട് എക്സ്പെക്ട് ചെയ്യാം. ഒന്നെങ്കിൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഡ്രഗ് അഡിക്റ്റേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ നമുക്ക് സ്വളൻ ലിംഫ് നോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ HIV ഇൻഫെക്ഷന്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. സ്വളൻ ആയിട്ടുള്ള ലിംഫ് നോഡ്സ് നോട്ട് സ്പെസിഫിക് ആണ്, അത് അതിന് മാത്രമല്ല വേറെ നമുക്ക് ഇൻഫ്ലമേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് സ്വളൻ ലിംഫ് നോഡ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ജസ്റ്റ് ഒരു ഫിസിക്കൽ അസസ്മെന്റ് കൊടുക്കും. നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ വെനിപ്പഞ്ച് സൈറ്റിലാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ നീഡിൽ പ്രിക്സ്, അതായത് സ്കാർസിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. സ്കാർസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് കണ്ടിന്യൂസ് ബ്ലഡ് ഡൊണേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രഗ് അഡിഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്വളൻ ആയിട്ട് ലിംഫ് നോഡ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ ഒരു ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മെഡിക്കൽ ഹിസ്റ്ററി എടുക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പററി ഡിഫറൽ ആണോ റിജക്റ്റഡ് ആണോ എന്ന് നോക്കും. എന്നിട്ട് നമ്മൾ അവരുടെ ഹെൽത്ത് ചെക്കപ്പ് അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഹീമോഗ്ലോബിൻ ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? എനി ഡൗട്ട്സ് റിലേറ്റഡ് ടു ഡോണർ സെലക്ഷൻ? ഇതിൽ ഞാൻ ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് സെപ്പറേറ്റഡ് വേറെ ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാനുണ്ട്. കാരണം നമ്മൾ ഇതിപ്പം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡോണർ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. ഡൊണേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവരുടെ നമ്മൾ പൈലറ്റ് ട്യൂബിൽ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ TTD റൂമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്, അവർക്ക് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇൻ കേസ് അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡിസ്കാർഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഡോണറിന് അത് ഇൻഫോം ചെയ്യും. അത് നമുക്ക് സെപ്പറേറ്റഡ് പഠിക്കാം. അപ്പൊ നമ്മളുടെ ബ്ലഡ് ഡോണർ ഹെൽത്തി ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്ത് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയും ഹെൽത്ത് ചെക്കപ്പും എല്ലാം നമ്മുടെ നീഡ് അനുസരിച്ച് ഓക്കെ ആണ്, നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഡോണർ സെലക്ഷൻ കഴിഞ്ഞിട്ട് അവർ പോകുന്ന പിന്നെ എങ്ങോട്ടാ, ഒരു ബ്ലീഡിംഗ് റൂമിലോട്ടാണ് പോകുന്നത്. The blood should be collected by trained phlebotomist under supervision of the physician. നമ്മുടെ ബ്ലഡ് ബാങ്കിലെ ബ്ലീഡിംഗ് റൂമിൽ എപ്പോഴും ഒരു ഫിസിഷ്യൻ ഉണ്ടായിരിക്കും. ബ്ലീഡിംഗ് റൂം എങ്ങനെയാ, ഒരു ഡോണറിന് എപ്പോഴും ഫീൽ ഹാപ്പി, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ടൈമിൽ ഡോണർ പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന വേണ്ടിയുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മുടെ ബ്ലീഡിംഗ് റൂമിലുള്ളത്. പിന്നെ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാ, ബ്ലഡ് കളക്ഷൻ ബാഗ്. ബാഗ് തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഡീറ്റെയിൽ ആയിട്ട് കമ്പോണന്റ് പ്രിപ്പറേഷനിൽ പഠിക്കാം. ഇപ്പൊ ബ്ലഡ് കളക്ഷൻ ബാഗിന് നമുക്ക് സിംഗിൾ ബാഗ് ഉണ്ട്, ഡബിൾ ബാഗ് ഉണ്ട്, ട്രിപ്പിൾ ബാഗ് ഉണ്ട്, ക്വാർട്ടർബിൾ ബാഗ്. അതായത് ആ ബ്ലഡ് കളക്ഷൻ ബാഗ് കിറ്റിൽ എത്ര ബാഗ് ഉണ്ട് അതനുസരിച്ച് നമ്മൾ ബാഗ്, സിംഗിൾ ആണെങ്കിൽ ഒരു ബാഗ് മാത്രമേ, ഡബിൾ ആണെങ്കിൽ 2 എണ്ണം ഉണ്ടായിരിക്കും, ട്രിപ്പിൾ ആണെങ്കിൽ 3 ബാഗ് ഉണ്ടായിരിക്കും, ക്വാർട്ടർബിൾ ആണെങ്കിൽ 4 ബാഗ് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബ്ലഡ് കളക്ഷൻ യൂണിറ്റിലോട്ട് അറ്റാച്ച് ചെയ്ത് 4 ബാഗ് ഉണ്ടായിരിക്കും. അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ബാഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബ്ലഡ് ബാഗ് കളക്ട് ചെയ്യുന്നത്, അതായത് ട്രിപ്പിൾ ബാഗ് അല്ലെങ്കിൽ ക്വാർട്ടർബിൾ ബാഗാണ് ഇപ്പൊ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, നമ്മളിപ്പോ ഹോൾ ബ്ലഡ് ആയിട്ട് അതുപോലെ അല്ല നമ്മൾ ബ്ലഡിനെ പ്രിസർവ് ചെയ്യുന്നത്. നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ്, അതായത് ഒരു ബ്ലഡ് എടുത്താൽ ഒരാളുടെ ബ്ലഡ് എടുത്താൽ ഇത് മിനിമം ഒരു 3 കമ്പോണന്റ് എങ്കിലും സെപ്പറേറ്റ് ചെയ്തിരിക്കും. അപ്പം ആ കമ്പോണന്റ് സെപ്പറേറ്റ്, അതായത് എത്രത്തോളം കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും നമ്മൾ ബാഗ് സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ട്രിപ്പിൾ അല്ലെങ്കിൽ ക്വാഡ്രപ്പിൾ ബാഗ് നമുക്ക് എത്രത്തോളം കമ്പോണന്റ് വേണോ അതനുസരിച്ചാണ് നമ്മൾ ആ ബാഗ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ബാഗ് സെലക്ട് ചെയ്തിട്ട് 350 ml കപ്പാസിറ്റി ഉള്ള ബാഗും ഉണ്ട്, 450 ml കപ്പാസിറ്റി ഉള്ള ബാഗും ഉണ്ട്. ഇനി ബാഗിൽ എന്തുണ്ട്, ആന്റികോയാഗുലന്റ് ഉണ്ട്. ആന്റികോയാഗുലന്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കാം. CPD ആന്റികോയാഗുലന്റ് ഉണ്ട്, CPD സാഗും അഡിക്റ്റീവ് ആണ്. ഈ ആന്റികോയാഗുലന്റ് CPD ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇപ്പം അതിന്റെ കൂടെ തന്നെ സാഗും അഡിറ്റീവ് സൊല്യൂഷനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മളുടെ ഇപ്പം കളക്ഷൻ ബ്ലഡ് ബാഗിൽ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഏത് ബാഗിലാണ് ആന്റികോയാഗുലന്റ് ഉള്ളത്, ഇപ്പം ഒരു 3 ട്രിപ്പിൾ ബാഗുള്ള ബാഗാണ് എടുക്കുന്നതെങ്കിൽ അതിൽ എത്രാമത്തെ ബാഗിലായിരിക്കും ആന്റികോയാഗുലന്റ് ഉള്ളത്?
ഫസ്റ്റ് ഫസ്റ്റ് ബാഗ് നമ്മൾ ഫസ്റ്റ് ബാഗിനെ മദർ ബാഗ് എന്നാണ് പറയുന്നത്. അതിലായിരിക്കും നമ്മുടെ എന്തുള്ളത്, ആന്റി കൊയാഗുലന്റ് സൊല്യൂഷൻ ഉള്ളത്. ഇനി അഡിറ്റീവ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അഡിറ്റീവ്സ് മെയിൻ ആയിട്ട് നമ്മൾ സാഗോ ആണ് യൂസ് ചെയ്യുന്നത്. അഡിറ്റീവ്സ് ആണ് എങ്കിൽ നമ്മൾ വേറൊരു സാറ്റലൈറ്റ് ബാഗിലായിരിക്കും നമ്മുടെ അഡിറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുന്നത്. ബാക്കി നമുക്ക് വേറൊരു ബാഗും കൂടെ ഉണ്ടായിരിക്കും. ആ ബാഗിന്റെ മുകളിൽ ഒരു 5 എന്നൊരു ലേബിളാണ്. ആ ബാഗ് നമ്മൾ എന്തിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഏതിന് സ്റ്റോർ ചെയ്യാനാ? നമ്മൾ 5 എന്നൊരു ലേബിൾ ആ ബാഗിൽ കാണും. പ്രസിപ്പിറ്റേറ്റ് ക്രയോപ്രസിപ്പിറ്റേറ്റ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സിനെ സ്റ്റോർ ചെയ്യണം. നമ്മൾ ആ 5 എന്ന് പറയുന്നത് അത് നമ്മൾ ആ ലേബിൾ ചെയ്തിരിക്കുന്നത്. അതായത് 5 എന്നൊരു ലെറ്റർ അതിലിങ്ങനെ വലുതായിട്ട് കാണും. അത് മെയിൻ ആയിട്ട് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റിന്റെ കമ്പോണന്റിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ പഠിക്കാം. ഇപ്പൊ കൺഫ്യൂഷൻ വരണ്ട. അപ്പൊ നമ്മൾ ബ്ലഡ് ബാഗ് സെലക്ട് ചെയ്തു. അതിലെ ബ്ലഡ് ബാഗില് ഫസ്റ്റത്തെ മദർ ബാഗിൽ എന്തുണ്ട്? ആന്റി കൊയാഗുലന്റ് സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ 350 ml വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാം. 450 അത് നമ്മുടെ ഡോണറിന്റെ ഹെൽത്തി കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മുടെ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആന്റി കൊയാഗുലന്റ് സൊല്യൂഷൻ ഉണ്ട്. ഇതിപ്പോ നിങ്ങൾ നോക്കണം, നമുക്ക് ആന്റി കൊയാഗുലന്റ് പഠിക്കുമ്പോൾ പഠിക്കാം. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആന്റി കൊയാഗുലന്റ് നമ്മുടെ മദർ ബാഗിലുണ്ട്. ഇപ്പം 350 ml ആണെങ്കിൽ 49 ml ആണ്, 450 ml ആണെങ്കിൽ 63. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആന്റി കൊയാഗുലന്റിൽ പഠിക്കാം. അപ്പൊ നമ്മുടെ ബ്ലഡ് കളക്ഷൻ യൂണിറ്റ് എടുത്തു. അതിൽ ആന്റി കൊയാഗുലന്റ് സൊല്യൂഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ട? ടൂണിക്കേറ്റ് വേണം. നമ്മൾ നോർമലി ബ്ലഡ് കളക്ട് ചെയ്യുന്ന പോലെ നമുക്ക് എല്ലാ ഇക്വിപ്മെന്റ്സും വേണം. ടൂണിക്കേറ്റ് ഓർ BP അപ്പാരറ്റസ് വേണം. പിന്നെ നമുക്ക് വുഡൻ ബാർ അല്ലെങ്കിൽ റബ്ബർ ബാൾ വേണം. പിന്നെന്താ? ബ്ലഡ് ബാഗ് വെയിങ് ബാലൻസ്, അതായത് നമ്മൾ ബയോ മിക്സ്ചർ എന്ന് പറയും. നമ്മുടെ ബ്ലഡ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബയോ മിക്സറിലോട്ടാണ് നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ടൈമിൽ ബ്ലഡ് ബാഗ് വെക്കുന്നത്. അതിന് 2 പർപ്പസ് ഉണ്ട്. ഒന്ന്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ബ്ലഡ് വരുന്നതനുസരിച്ച് നമ്മുടെ ബ്ലഡും ആന്റി കൊയാഗുലന്റും തമ്മിൽ മിക്സ് ചെയ്യും. പിന്നെ തന്നെ നമുക്ക് എമൗണ്ട് ഇപ്പൊ 350 ml ബ്ലഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 350 ആ ബയോമിക്സിൽ പ്രോഗ്രാം ചെയ്ത് വെക്കാം. എപ്പോഴാണോ 350 ml ബ്ലഡ് വരുന്നത് ആ ടൈമിൽ അലാം അടിക്കും. 450 ആണെങ്കിൽ നമുക്ക് 450 സെറ്റ് ചെയ്ത് വെച്ചാൽ 450 ml വരുമ്പോഴത്തേക്ക് അലാം അടിക്കും. നമുക്ക് കോട്ടൺ സ്വാബ്, സ്പിരിറ്റ്, ടിഞ്ചർ, ബെൻസോയിൻ, ടിഞ്ചർ അയഡിൻ അല്ലെങ്കിൽ ബിറ്റാഡിൻ നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലിബോട്ടമി നോക്കുകയാണെങ്കിൽ ഇത് പ്രൊസീജർ നമുക്ക് സ്ട്രെസ് ചെയ്ത് എങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ ഫ്ലിബോട്ടമി ചെയ്യുന്ന സൈഡിൽ നമുക്കൊരു സ്പെഷ്യൽ ബെഡ് ഉണ്ടായിരിക്കുകയാണ് നമ്മൾ ഡോണർ കോച്ച് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഡോണറിനെ സേഫ് ആൻഡ് ഫ്രീ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ കോച്ചിൽ കിടത്തിയതിനു ശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമ്മൾ വെനി പെഞ്ച് സൈറ്റ് എന്നൊക്കെ നമ്മൾ വെയിൻ പാൽപേറ്റ് ചെയ്തു. പാൽപേറ്റ് ചെയ്യുന്ന നമുക്ക് BP കഫ് നമുക്ക് ഒരു 2 to 3 ഇഞ്ച് മുകളിലോട്ട് നമുക്ക് ഒരു കുറച്ച് പ്രഷർ 50 to 60 mm HG കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിൻ പാൽപേറ്റ് ചെയ്യാം. അതിന് പകരം നമുക്ക് നോർമൽ ടൂണിക്കേട്ട് കിട്ടിയാലും മതി. എന്നിട്ട് നമ്മൾ ആ ആന്റിക്യൂബിറ്റൽ ഫോഴ്സ് നമ്മൾ ക്ലെയിം ചെയ്യുക. അതായത് സർക്കുലർ മോഷൻ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ 3 times ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്പിരിറ്റ് വെച്ച് ചെയ്യും, പിന്നെ നമ്മൾ ഒരു 10 seconds വെയിറ്റ് ചെയ്യും, അഗെയിൻ നമ്മൾ ടിഞ്ചർ അയഡിൻ വെച്ച് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് നമ്മൾ സ്പിരിറ്റ് വെച്ച് ആ ഏരിയ ആന്റിസെപ്റ്റിക് ചെയ്തതിന് ശേഷം മാത്രമാണ് ബ്ലഡ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബ്ലഡ് ബാഗ് നമ്മുടെ പേഷ്യന്റിന്റെ ഡോണറിന്റെ ലോവർ പൊസിഷനിലാണ് വെക്കേണ്ടത്. കാരണം ഇപ്പൊ ഡോണറിൽ കോച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബയോ മിക്സർ ഇരിക്കുന്നത് പേഷ്യന്റിന്റെ ആ ലെവലിൽ നിന്ന് താഴത്തെ ലെവലിലായിരിക്കും ബയോ മിക്സർ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബയോ മിക്സറിലോട് നമ്മുടെ ബാഗ് എല്ലാം കണക്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത് എന്താ? നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താ? നമ്മുടെ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന നീഡിലിന്റെ ഗേജ് സൈസ് എത്രയാ? 16 ആണ് നമ്മുടെ ഗേജ് സൈസ് എന്ന് പറയാൻ. നമ്മുടെ ബ്ലഡ് ബാങ്കിൽ നീഡിന്റെ സൈസ് കുറച്ച് വലിയ നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗേജ് സൈസ് എത്രയാ? 16 ആണ് ഗേജ് സൈസ്. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലഡ് ബാങ്ക് ഡൊണേഷൻ യൂസ് ചെയ്യുന്ന നീഡിലിന്റെ ഗേജ് സൈസ് 16 ആണ്. അപ്പൊ നമ്മുടെ ബ്ലഡ് നമ്മൾ നീഡിലൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ബാൻഡേജ് ഒക്കെ വെച്ച് സെക്യൂർ ആക്കിയതിനു ശേഷം നമ്മൾ ഡോണർ എന്ത് കൊടുക്കും? ഒരു റബ്ബർ ബാൾ കൊടുക്കും. അതായത് ഫ്രീ ഫ്ലോ നമ്മൾ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ ബാൾ കൊടുത്തതിന് ശേഷം നമുക്ക് എപ്പോഴാണോ ബ്ലഡ് കളക്ട് ആവുന്നത് അപ്പൊ നമ്മുടെ ബയോമിക്സറിൽ അലാം അടിക്കും. എന്നിട്ട് നമ്മൾ നീഡിൽ റിമൂവ് ചെയ്തതിനു ശേഷം ഒരു കോട്ടൺ പ്ലഗ് കൊടുക്കുക, പ്രഷർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നീഡിൽ ഡിസ്റ്റോർ ചെയ്തതിനു ശേഷം സീൽ ചെയ്യാണ് ചെയ്യുന്നത്.
അതിനു മുന്നേ നമ്മുടെ പൈലറ്റ് ട്യൂബിലോട്ട് നമുക്ക് ടി ടി ഡിക്കും ക്രോസ് മാച്ചിനും വേണ്ടി ടി ടി ഡിക്കും ക്രോസ് മാച്ച് അല്ല ടി ടി ഡിക്കും ഗ്രൂപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ട്യൂബിലോട്ട് ബ്ലഡ് കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ബ്ലഡ് സീൽ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ടെമ്പറേച്ചർ ആണ് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എല്ലാ ബ്ലഡിൽ നിന്നും നമ്മൾ പ്ലേറ്റ്ലെറ്റ് സെപ്പറേറ്റ് ചെയ്യില്ല. നമുക്കിപ്പോ ഒരു പർട്ടിക്കുലർ ബ്ലഡിൽ നിന്ന് മാത്രം, അതായത് നമുക്ക് പ്ലേറ്റ്ലെറ്റ് നീഡ് അനുസരിച്ച് മാത്രമേ നമ്മൾ പ്ലേറ്റ്ലെറ്റ് സെപ്പറേറ്റ് ചെയ്യുള്ളൂ. പ്ലേറ്റ്ലെറ്റ് നമുക്ക് ഒരു ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എത്ര റൂം ടെമ്പറേച്ചറിലാണ് സ്റ്റോർ, അതായത് 20 to 25 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ബ്ലഡ്, അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ബ്ലഡ് അപ് ടു ദ ടൈം ഓഫ് കമ്പോണന്റ് സെപ്പറേഷൻ, അതായത് കമ്പോണന്റ് സെപ്പറേഷൻ നടക്കുന്നത് വരെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് പ്ലേറ്റ്ലെറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ട എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് 4 to 6 ഡിഗ്രിയിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കാം. പ്ലേറ്റ്ലെറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ആ ഹോൾ ബ്ലഡ് കീപ്പ് ചെയ്താൽ മതി. ഇത് ഇത്രയാണ് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ, അതായത് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പ്രൊസീജിയർ സ്ട്രെസ് ചെയ്യേണ്ട. നമ്മുടെ അതിൽ മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഗോജ് സൈസ്, അതായത് 16 ആണ് ഗേജ് സൈസ് എന്ന് പറയുന്നത്. പിന്നെ ടെമ്പറേച്ചർ നോക്കുക. നമ്മുടെ പ്ലേറ്റ്ലെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ 20 റൂം ടെമ്പറേച്ചർ ആണ്. നമ്മുടെ അല്ല പ്ലേറ്റ്ലെറ്റ് ഇല്ല എങ്കിൽ നമുക്ക് 4 to 6 ഡിഗ്രിയിൽ നമുക്ക് ഹോൾ ബ്ലഡ് പ്രിസർവ് ചെയ്ത് വെക്കാം. അടുത്തത് എന്താ, ഇപ്പൊ നമ്മൾ ബ്ലഡ് ഒരു ഡോണർ ഡൊണേറ്റ് ചെയ്തു. എല്ലാവരുടെയും ഹെൽത്ത് കണ്ടീഷൻ ഒരുപോലെ ആയിരിക്കുന്നില്ല. ഇപ്പൊ ഡോണർ നമ്മൾ പറയുന്ന നീഡ്സ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്തതിന് ശേഷമോ ചില റിയാക്ഷൻസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡോണർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അല്ല, ഇതിന് നമ്മൾ ഡോണർ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം പേഷ്യന്റിന് ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എന്ത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഡോണർ റിയാക്ഷൻ എന്താ, അറ്റ് ദ ടൈം ഓഫ് ഡൊണേഷൻ ഓർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡൊണേഷൻ ഡോണറിന് ഉണ്ടാവുന്ന റിയാക്ഷൻസിനെയാണ് ഡോണർ റിയാക്ഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഓഫ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ വാസോവാഗൽ സിംറ്റംസ്. വാസോവാഗൽ സിംറ്റംസ് പറയുന്നത് എന്താ, എക്സസീവ് ആയിട്ട് സ്വെറ്റ് ചെയ്യും, അതായത് ഡോണർ പെട്ടെന്ന് ഇങ്ങനെ സിവിയർ ആയിട്ട് സ്വെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് വീക്ക്നെസ് ഉണ്ടാവും, ഡിസ്നെസ് തലകറക്കൊക്കെ ഉണ്ടാവും, നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ ഡൗൺ ആയി കോൾഡ് ആയിട്ട് നമുക്ക് സ്കിൻ എപ്പോഴും നല്ല കോൾഡ് ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ ബി പിയും പൾസും ഒക്കെ ലോ ആവും. പിന്നെ നമ്മുടെ ബോധം പോവും, ഫെയിനിങ് ഉണ്ടാവും. പിന്നെ അതർ ആയിട്ട് വരുന്ന അഡ്വേഴ്സ് റിയാക്ഷൻസ് എന്തൊക്കെയാ, നോസിയ വരാറുണ്ട്, വൊമിറ്റിംഗ് വരാറുണ്ട്. പിന്നെന്താ ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷൻ എങ്ങനെയാ വരുന്നത്, നമ്മളിപ്പോ ഡോണർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചില ഡോണേഴ്സിന് അവരുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ആയിട്ട് ലോസ് ആയി പോകും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കുറയുമ്പോഴാണ് എന്ത് പറ്റുന്നത് ഹൈപ്പർ വെന്റിലേഷൻ വരുന്നത്. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ വരാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഹൈപ്പർ വെന്റിലേഷൻ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആർക്കെങ്കിലും അറിയോ? അതായത് അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ കുറഞ്ഞു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുന്നേ, പേഷ്യന്റ് അല്ല വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ അവർക്ക് ജസ്റ്റ് ഒരു പേപ്പർ, അതായത് ഒരു പേപ്പർ ബോക്സ് എടുത്തിട്ട് അത് അകത്ത് വെച്ചിട്ട് ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് ആ പേപ്പറിന്റെ അകത്ത് കൂടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് അവരുടെ ഇതിലോട്ട് കയറും. അത് നമ്മളിപ്പോ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരൊരു പേപ്പർ ബോക്സ് തരില്ല, അത് നമുക്ക് ഫേസിലോട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്താൽ മതി. അപ്പൊ കുറച്ചൊന്ന് ആശ്വാസം കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കുന്നത്. എന്നിട്ടും കുറവില്ലെങ്കിൽ നമ്മൾ ഫിസിഷ്യന്റെ അടുത്തോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇനി കൺവൽഷൻസും ഇതൊക്കെ നമുക്ക് റെയർ ആയിട്ട് മാത്രമേ വരാറുള്ളൂ. കൺവൽഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഫിക്സ് വരാറില്ലേ, ഫിക്സ് വന്നിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ബോഡീനെ വേദനിപ്പിക്കുന്നത്, അതിനാണ് നമ്മൾ കൺവൽഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെനിപ്പഞ്ച് സൈറ്റിലൊക്കെ നീലിച്ചടക്കുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ ഹെമറ്റോമ എന്ന് പറയുന്നത്. അപ്പൊ കൺവൽഷന് ഹെമറ്റോമയൊക്കെ അങ്ങനെ റെയർ ആയിട്ട് മാത്രമേ വരുള്ളൂ. ഈ
വാസോവാഗൽ സിംറ്റംസ് മോസ്റ്റ് ഓഫ് ദ, അതായത് ഈ ഡോണർ റിയാക്ഷൻ വരുന്ന ഡോണേഴ്സിന് മെയിൻ ആയിട്ട് കാണുന്നത് ഈ വാസോവാഗൽ സിംറ്റംസ്, അതായത് ഡിസ്നെസ്സും വീക്ക്നെസ്സും കോൾഡ് ആയിട്ടുള്ള സ്കിന്നും ഫെയിൽനെസ് ഒക്കെയാണ് അവർക്ക് മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന ഡോണർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ ആണോ? അതിൽ നമുക്ക് കുറച്ച് പോയിന്റ് മാത്രമേ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതുള്ളൂ. നമുക്ക് ആ ചോദിച്ചേക്കുന്ന ആ ഏരിയയിൽ നിന്നാണ് നമുക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട. ഇത്രയും നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമേ നിങ്ങൾ പ്രൊസീജിയർ ഒക്കെ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ അതൊന്നും അത്രയും ഫോക്കസ്ഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ? ക്ലിയർ ആണോ? അടുത്ത സെക്ഷനിലോട്ട് പോട്ടെ. സ്റ്റോറേജ് ആൻഡ് പ്രിസർവേഷൻ. അപ്പൊ അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഒട്ടുമിക്ക എല്ലാ BSc ക്വസ്റ്റ്യൻസിലും ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അതായത് ആന്റികോയാഗുലന്റ് പ്രിസർവേഷൻ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ സ്റ്റോറേജ് ആൻഡ് പ്രിസർവേഷൻ എന്ന് പറയാൻ നമുക്ക് അതിൽ സ്റ്റോറേജ് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതായത് സ്റ്റോറേജ് ടെമ്പറേച്ചർ നമുക്ക് ഓരോ കമ്പോണന്റ് പഠിച്ചതിന് ശേഷം നമുക്ക് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമ്മിപ്പോ പ്രിസർവേഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സ്റ്റോറേജ് പറയുന്നില്ല. അപ്പൊ പ്രിസർവേഷൻ നമുക്ക് രണ്ട് രീതിയിൽ, അതായത് ആന്റികോയാഗുലന്റ് വെച്ച് പ്രിസർവ് ചെയ്യാം, അഡിറ്റീവ് സൊല്യൂഷൻസ് വെച്ചും പ്രിസർവ് ചെയ്യാം. അപ്പൊ ആന്റികോയാഗുലന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ബാങ്കിൽ മെയിൻ ആയിട്ട് 3 ആന്റികോയാഗുലന്റ് സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാ? ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ്, ACD എന്ന് പറയും. രണ്ടാമത്തെ എന്താ? സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ്, CPD, ആൻഡ് സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡിനിൻ. ഈ 3 ആന്റികോയാഗുലന്റ് ആണ് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാ? ACD, CPD, CPDA. ACDയുടെ ഫുൾ ഫോം എന്താ? ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ്. CPDയുടെ ഫുൾ ഫോം സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ്. CPDA എന്ന് പറഞ്ഞാൽ സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡിനിൻ. ഇനി ഇതിന്റെയൊക്കെ ഷെൽഫ് ലൈഫ് നോക്കാം. ഇപ്പൊ നമ്മൾ ബ്ലഡ് ACD വെച്ചാണ് പ്രിസർവ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എത്ര ഡേയ്സ് ആണ്? 21 ഡേയ്സ് വരെ നമുക്ക് RBCനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് CPD ആണെങ്കിലും എഗെയിൻ എത്ര ദിവസം തന്നെയാണ്? 21 ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡിനിൻ CPDA ആണെങ്കിൽ നമുക്ക് എത്ര ഡേയ്സ് വരെ സ്റ്റോർ ചെയ്യാം? 35 ഡേയ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പം ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏത് ആന്റികോയാഗുലന്റ്, അതായത് 3 ആന്റികോയാഗുലന്റും പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ഈ ഏതൊക്കെ ആന്റികോയാഗുലന്റ് എത്രയൊക്കെ ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം? ഇത് ഓൺലി ആന്റികോയാഗുലന്റ് ആണ്. ഞാനിവിടെ അഡിറ്റീവ്സ് പറഞ്ഞിട്ടില്ല, കൺഫ്യൂഷൻ വരരുത്. ആന്റികോയാഗുലന്റ് ACD ആണെങ്കിൽ എത്ര ദിവസമാണ്? 21 ഡേയ്സ്. CPD ആണെങ്കിലും 21 ഡേയ്സ് ആണ്. CPDA അതായത് സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡിനിൻ ആണെങ്കിൽ നമുക്ക് എത്ര ദിവസം എക്സ്ട്രാ കിട്ടുന്നത്? 35 ഡേയ്സ് ആയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നു. ഇനി എന്താണ് നമ്മുടെ ഈ ആന്റികോയാഗുലന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് 2 പർപ്പസ് ആണ് ഉള്ളത്. ഫസ്റ്റത്തെ എന്താ? ആന്റികോയാഗുലന്റ് ആണ്, അതുകൊണ്ട് തന്നെ പ്രിവെന്റ് കൊയാഗുലേഷൻ. രണ്ടാമത്തെ എന്താ? നമ്മുടെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന എന്തിനാ? നമുക്ക് ഒരു പേഷ്യന്റിന് കൊടുത്തതിന് ശേഷം അവർക്ക് മാക്സിമം പോസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ സർവേ, അതായത് നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് അവർക്ക് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കണം. അങ്ങനെ യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ കൊടുത്തതിന് ശേഷവും ബ്ലഡ് സർവൈവ് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു പ്രിസർവ് ദ ലൈഫ് ആൻഡ് ഫങ്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ് സോ ആസ് ടു ഹാവ് എ മാക്സിമം പോസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ സർവേ. നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്തതിന് ശേഷം പേഷ്യന്റിന്റെ ബോഡിയിൽ നമ്മുടെ ഈ ബ്ലഡ് സർവൈവ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ കൊടുത്തതിന് ഒരു യൂസ് ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ കൊടുത്തതിന് ശേഷം RBC ഡിസ്ട്രോയ് പോണ എന്തെങ്കിലും യൂസ് ഉണ്ടോ? അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ആന്റികോയാഗുലന്റിന്റെ പർപ്പസ്. ഫസ്റ്റത്തത് പ്രിവെന്റ് കൊയാഗുലേഷൻ, രണ്ടാമത്തത് മാക്സിമം പോസ്റ്റ് ട്രാൻസിഷൻ സർവൈവൽ പ്രൊവൈഡ് ചെയ്യും. ഇനിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് നമുക്ക് നമ്മുടെ ആന്റികോയാഗുലന്റ് എവിടെ നിന്ന് വേണോ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ റിപ്പീറ്റഡ് ഈ എല്ലാ സെക്ഷനും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കി, ഇനി നമ്മുടെ ഓരോ ആന്റികോയാഗുലന്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 100 ml ബ്ലഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ACD എത്ര ml വേണം?
ACD ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 15 ml ACD ആണ് 100 ml ബ്ലഡിന് വേണ്ടത്. ഇനി CPD അല്ലെങ്കിൽ CPDA ആണെങ്കിലോ 14 ml ഈ CPD ഓർ CPDA ആണ് നമ്മുടെ 100 ml ബ്ലഡിന് വേണ്ടത്. നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എത്ര ml ബ്ലഡ് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ACD 100 ml 15 ആണ്. അപ്പം 350 ml എത്രയായിരിക്കും വേണ്ടത്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. 100 ml നമുക്ക് ACD വേണ്ടത് 15 ml. അപ്പൊ 350 ml എത്രയായിരിക്കും വേണ്ടത്? എത്രയായിരിക്കും? 45. എത്രയാ? 45 ml. 45 ആണോ? 100 ml 15 ആണ് 53. കിട്ടിയത്. അപ്പം 350 ml എത്രയായിരിക്കും? 52.5 ആണ്. അതാണ് കറക്റ്റ് ആൻസർ. ACD ആണ് ചോദിച്ചത്, അതായത് 15 ml ആണ് ചോദിച്ചത്. CPD ഓർ CPDA ആണെങ്കിലാണ് നമുക്ക് 14, അതായത് CPD 100 ml എത്രയാ? 14 ml ആണ് വേണ്ടത്. അപ്പൊ 350 ml എത്രയായിരിക്കും വേണ്ടത്? 49 ml ആണ്. നമുക്ക് 350 ml ബ്ലഡ് എടുക്കുകയാണെങ്കിൽ 49 ml എന്തുണ്ടായിരിക്കും? CPD ഓർ CPDA ഉണ്ടായിരിക്കും. ഇനി ACD ആണെങ്കിലോ 52.5 ml ACD, 350 ml ബ്ലഡിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ CPD 450 ml ബ്ലഡ് ആണെങ്കിൽ എത്രയായിരിക്കും? CPD ആണ് ചോദിച്ചത്. 450 ml ആണെങ്കിൽ എത്രയായിരിക്കും? ഓക്കെ, 63 ആണ്. അപ്പൊ നമ്മുടെ ഈ കണക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്ര ml ചോദിച്ചാലും നിങ്ങൾക്ക് 350ലും 450ലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 100 ml എത്ര ഉണ്ടെന്ന് പഠിക്കുക. ACD ആണെങ്കിൽ 100 ml എത്രയുള്ളത്? 15 ml ആണ് 100 ml ACD ആന്റികോയാഗുലന്റ്. ഇപ്പം CPD ഓർ CPDA ആണെങ്കിൽ 100 ml 14 ml 14 ml ആണ് CPD ഓർ CPDA വേണ്ടത്. ഇനി നമ്മുടെ ആന്റികോയാഗുലന്റ് ബ്ലഡ് റേഷ്യോ എത്രയാ? The ratio of anticoagulant nutrient solution to the blood is 1:7. ഇതും നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് റേഷ്യോ എന്ന്. അപ്പം റേഷ്യോയും പഠിക്കുക, നമ്മുടെ എമൗണ്ടും പഠിക്കുക. എമൗണ്ട് എത്രയാ? ഇപ്പം CPD അല്ലെങ്കിൽ CPDA ആണെങ്കിൽ 100 ml 14 ml, ACD ആണെങ്കിൽ 100 ml 15 ml. റേഷ്യോ ആണെങ്കിൽ ആന്റികോയാഗുലന്റ് ബ്ലഡ് റേഷ്യോ എത്രയാ? 1:7 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ബ്ലഡിന്, അതായത് നമ്മൾ ഹോൾ ബ്ലഡ്, വീനസ് ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ അതിന്റെ pH 7.35 ആണ്. നമ്മുടെ ഈ ആന്റികോയാഗുലന്റ് ന്യൂട്രിയന്റ് സൊല്യൂഷന്റെ pH എത്രയാ? അറൌണ്ട് ഒരു 5 to 5.6 ആണ്. അപ്പൊ നമ്മുടെ ഈ 7.35 ഉള്ള pH ഉള്ള ബ്ലഡ് നമ്മുടെ ഈ 5 to 5.6 pH ഉള്ള ആന്റികോയാഗുലന്റ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഫൈനലി ഉണ്ടാവുന്ന ആ ആന്റികോയാഗുലന്റ് ബ്ലഡിനുള്ള pH എത്രയാ? 7.05 ആണ് നമ്മുടെ ആന്റികോയാഗുലേറ്റഡ് ബ്ലഡിന്റെ pH എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കളക്ട് ചെയ്യുന്ന ബ്ലഡിന്റെ pH എത്രയാ? 7.35. നമ്മുടെ ആന്റികോയാഗുലന്റിന്റെ pH എത്രയാ? 5 to 5.6 ആണ്. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഫൈനലി ഉണ്ടാവുന്ന ആന്റികോയാഗുലേറ്റഡ് ബ്ലഡിന്റെ pH എത്രയാ? 7.05 ആണ് ബ്ലഡിന്റെ pH. ഇനി എന്തൊക്കെയാണ് നമുക്ക് കണ്ടന്റ് എന്ന് നോക്കാം. ACD ഉണ്ട്, CPD ഉണ്ട്, CPD ഉണ്ട്. ആക്ച്വലി നമ്മുടെ ആ ഒരു ഫുൾ ഫോമിൽ തന്നെ അതിനകത്തുള്ള കണ്ടന്റ് ഉണ്ട്. ACD എന്ന് പറഞ്ഞാൽ ആസിഡ്, സിട്രേറ്റ്, ഡെസ്ട്രോസ്. അപ്പൊ അതിനകത്ത് ഒരു ആസിഡ് ഉണ്ടായിരിക്കും, സിട്രേറ്റ് ഉണ്ടായിരിക്കും, ഡെസ്ട്രോസ് ഉണ്ടായിരിക്കും. CPD എന്ന് പറഞ്ഞാൽ എന്താ? സിട്രേറ്റ്, ഫോസ്ഫേറ്റ്, ഡെസ്ട്രോസ്. ഇതിൽ എക്സ്ട്രാ വന്നത് ഏതാ? ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഒരു ഫോസ്ഫേറ്റ് സാൾട്ട് കൂടെ എക്സ്ട്രാ ഉണ്ടായിരിക്കും. ലാസ്റ്റത്തിന്റെ പേരെന്താ? സിട്രേറ്റ്, ഫോസ്ഫേറ്റ്, ഡെസ്ട്രോസ്, അഡിനിൻ. അപ്പൊ എക്സ്ട്രാ അതിനകത്ത് എന്താ ഉള്ളത്? അഡിനിൻ ആണുള്ളത്. നിങ്ങൾ ഇത് കോൺസെൻട്രേഷൻ തറവായിട്ട് പഠിക്കേണ്ട. എന്തൊക്കെ കണ്ടന്റ് ഏതിലൊക്കെ ഉണ്ടെന്ന് പഠിക്കുക. ട്രൈസോഡിയം സിട്രേറ്റ് എല്ലാത്തിലും ഉണ്ട്. സിട്രിക് ആസിഡും ഡെസ്ട്രോസും ഈ 3 ആന്റികോയാഗുലന്റിലും കോമൺ ആയിട്ടുണ്ട്. ഇനി ഫോസ്ഫേറ്റ് സാൾട്ട് ഉള്ളത് ഏതിലേക്കാ? CPDയിലും CPDAയിലും ആണ് സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഉള്ളത്. ഇനി അഡിനിൻ ഉള്ളത് ഏതിൽ മാത്രമേ ഉള്ളൂ? CPDAയിൽ മാത്രമേ അഡിനിൻ ഉള്ളൂ. ഇനി നമ്മുടെ ഇതെല്ലാം മേക്കപ്പ് ടു 1 ലിറ്ററിന്റെ കോൺസെൻട്രേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോന്നിന്റെ pH നോക്കി. ACDയുടെ pH എത്രയാ? 5 ആണ് നമ്മുടെ ആസിഡ് സിട്രഡെസ്ട്രോസിന്റെ pH.
CPDയുടെയും CPD-Aയുടെയും pH എത്രയാ? 5.6 ആണ് ഇതിന്റെ രണ്ടിന്റെയും pH എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്താ? ഓരോന്നിന്റെയും ഫംഗ്ഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ഇത് നമുക്കും ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് തന്നിട്ട് ഇത് ഏത് കമ്പോണന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണതെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഓരോ 1 by 1 ആയിട്ട് നോക്കാം. സിട്രേറ്റ്. സിട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? സിട്രേറ്റ് ഇസ് എ മോസ്റ്റ് വാല്യൂബിൾ ആന്റി കൊയാഗുലന്റ്. അപ്പൊ നമ്മുടെ ആന്റി കൊയാഗുലന്റ് സൊല്യൂഷനിലെ ആക്ച്വൽ ആന്റി കൊയാഗുലന്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഏതാ? സിട്രേറ്റ്. അതായത് സിട്രേറ്റ് കമ്പോണന്റ് ആണ് ആന്റി കൊയാഗുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ എന്താ? ഇത് പ്രൊവൈഡ് ഐസോടോണിസിറ്റി. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ആണ് നമ്മുടെ സിട്രേറ്റിനുള്ളത്. അതൊരു ആന്റി കൊയാഗുലന്റ് ആണ്. രണ്ടാമത് തന്നെ ഇറ്റ് പ്രൊവൈഡ് ഐസോടോണിസിറ്റി. നമ്മുടെ RBCന് ഐസോടോണിസിറ്റി പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തത് എന്താ? ഡെസ്ട്രോസ്. ഡെസ്ട്രോസ് എന്താ? യൂസ്ഡ് ഫോർ എനർജി റിക്വയർമെന്റ്സ് ബൈ ഗ്ലൈക്കോൾസ്. അതായത് ഗ്ലൈക്കോൾസിസ് വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡെസ്ട്രോസ് ഹെൽപ്പ് ചെയ്യും. അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെക്കൻഡറി ആയിട്ട് എന്താ? ഇംപ്രൂവ് ദ വയബിലിറ്റി ഓഫ് റെഡ് സെൽസ്. നമ്മുടെ റെഡ് സെൽസിന്റെ വയബിലിറ്റി ഇംപ്രൂവ് ചെയ്യും ഡെസ്ട്രോസ്. അടുത്തത് എന്താ? സിട്രിക് ആസിഡ്. ഈ കഴിഞ്ഞ ഒരു PSCക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരമലൈസേഷനും ഗ്ലൂക്കോസ് പ്രിവെന്റ് ചെയ്യുന്നത് ഏത് കമ്പോണന്റ് എന്നാണ്. അപ്പം സിട്രിക് ആസിഡ് ആണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ കാരമലൈസേഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ എന്ത് ചെയ്യും? സിട്രിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊവൈഡ് ആൻ അസിഡിക് അറ്റ്മോസ്ഫിയർ. സോ അപ്പൊ ഈ 3 കമ്പോണന്റിന്റെ ഫംഗ്ഷൻ എന്താ? സിട്രേറ്റിന്റെ റോൾ എന്താ? അതൊരു ആന്റി കോയാഗുലന്റ് ആണ്. കൂടാതെ തന്നെ അത് എന്ത് ചെയ്യും? പ്രൊവൈഡ് ഐസോടോണിസിറ്റി. അടുത്തത് ഡെസ്ട്രോസ്. ഡെസ്ട്രോസ് എന്താ? നമ്മുടെ ഗ്ലൈക്കോളിസിസിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ RBCയുടെ വയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. മൂന്നാമത് എന്താ? സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് അസിഡിക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. കൂടാതെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസിന്റെ കാരമലൈസേഷൻ പ്രിവെന്റ് ചെയ്യും. ഇനി അടുത്തത് ഫോസ്ഫേറ്റ് സാൾട്ട്. ഫോസ്ഫേറ്റ് സാൾട്ട് ആണ്. അപ്പം അതെന്താ? അതൊരു ബഫർ ആണ്. കൂടാതെ തന്നെ എന്താ? നമ്മുടെ ATP പ്രൊഡക്ഷന് വേണ്ടി എന്ത് പ്രൊവൈഡ് ചെയ്യും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോസ്ഫേറ്റ് സാൾട്ടും RBCയുടെ വയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി അഡിനിൻ. അഡിനിൻ ഏതിൽ മാത്രമേ ഉള്ളൂ? ആസിഡ് സിട്രേറ്റ് ഡെസ്ട്രോസ്. സോറി, CPD-Aയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ അഡിനിൻ. സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെസ്ട്രോസ് അഡിനിൽ മാത്രമേ ഉള്ളൂ അഡിനിൻ. അപ്പൊ നമ്മുടെ CPD-Aയുടെ ഷെൽഫ് ലൈഫ് എത്രയാ? 35 days. 35 ഡേയ്സ് ആണ്. ബാക്കിയുള്ള രണ്ട് ആന്റികോയാഗുലന്റ് ഷെൽഫ് ലൈഫ് എത്രയാ? 21 ഡേയ്സ് ആണ്. അപ്പൊ 21 to 35 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് ഏത് കമ്പോണന്റാ? നമ്മുടെ CPD-Aയിലുള്ള അഡിനിന്റെ പ്രസൻസ് കാരണമാണ് നമുക്ക് ആ 21 to 35 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അഡിനിൻ നമ്മുടെ റെഡ് സെൽസിന്റെ വയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതുകൂടാതെ തന്നെ ATP പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ CPD-Aയില് 35 ഡേയ്സ് ആയിട്ട് RBCയുടെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ആകുന്നത്. അപ്പം ACDക്ക് 21 ഡേയ്സ്, CPDക്ക് 21 ഡേയ്സ്, CPD-Aക്ക് 35 ഡേയ്സ്. നമ്മുടെ കാരമലൈസേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ഏത് കമ്പോണന്റാ? citric acid. ആക്ച്വൽ ആന്റികോയാഗുലന്റ് ഏതാ? Citrate. ഇനി അടുത്തത് അഡിറ്റീവ് സൊല്യൂഷൻസ്. അഡിറ്റീവ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ന്യൂട്രിയന്റ് സൊല്യൂഷൻ തന്നെയാണ്. നമ്മുടെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് ബാഗിലെല്ലാം അഡിറ്റീവ് സൊല്യൂഷൻസ് ഉണ്ട്. അഡിറ്റീവ് സൊല്യൂഷൻസിന്റെ റോൾ എന്താ? ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താ? ടു എക്സ്റ്റെൻഡ് ദ റെഡ് സെൽ സ്റ്റോറേജ് ടു 42 ഡേയ്സ്. അതായത് നമ്മുടെ CPD-Aയിൽ എത്രയാ? 35 ഡേയ്സ് ആണ്. ആ 35 ഡേയ്സിൽ നിന്ന് നമ്മൾ അഡിറ്റീവ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര ഡേയ്സ് ആയിട്ട് കൂട്ടും? 42 ഡേയ്സ് ആയിട്ട് കൂട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. അഡിറ്റീവ് സൊല്യൂഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ RBCയുടെ ഷെൽഫ് ലൈഫ് എത്രയാ? 42 ഡേയ്സ് ആണ്. അപ്പം അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ന്യൂട്രിയൻസ്, അതായത് ഒരുപാട് ന്യൂട്രിയൻസ് ഒരുമിച്ച് മിക്സ് ചെയ്ത ഒരു സൊല്യൂഷൻ ആണ് എന്ത്? അഡിറ്റീവ് സൊല്യൂഷൻസ്. അഡിറ്റീവ് സൊല്യൂഷൻസ് നമ്മൾ എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഒരു സാറ്റലൈറ്റ് ബാഗിലായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്? അഡിറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുന്നത്. അറൌണ്ട് ഒരു 100 ml അഡിറ്റീവ് സൊല്യൂഷൻസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കമ്പോണന്റ് പ്രിപ്പറേഷന്റെ ടൈമിൽ നമ്മുടെ ഫസ്റ്റ് പ്രൈമറി ബാഗിലാണ് നമ്മൾ ബ്ലഡ് ആന്റികോയാഗുലന്റ് മിക്സ് ചെയ്ത് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പ്ലാസ്മ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്യുന്നത്.
അപ്പൊ നമ്മുടെ കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്യുന്ന ടൈമില് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തു, എന്നിട്ട് അതിന്റെ സൂപ്പർനൈറ്റിന്റെ പ്ലാസ്മ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തതിന് ശേഷം ഈ സാറ്റലൈറ്റ് ബാഗിലുള്ള അഡിറ്റീവ് സൊല്യൂഷൻ നമ്മുടെ ഈ പാക്ഡ് റെഡ് സെൽസിലോട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ RBCയുടെ ഷെൽഫ് ലൈഫ് 42 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ടു എക്സ്റ്റെൻഡ് ദ റെഡ് സെൽ സ്റ്റോറേജ് ടു 42 ഡേയ്സ് ആൻഡ് ടു ഹാർവെസ്റ്റ് മാക്സിമം എമൗണ്ട് ഓഫ് പ്ലാസ്മ. നമ്മുടെ പ്ലാസ്മയിലാണ് ഒട്ടുമിക്ക നമ്മുടെ എല്ലാ പ്ലാസ്മ പ്രോട്ടീൻസും ഉള്ളത്. നമ്മുടെ സ്റ്റോറേജിന് കുറച്ച് എമൗണ്ട് പ്ലാസ്മ പ്രോട്ടീൻസ് വേണം. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാസ്മ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അതിൽ അഡിറ്റീവ് സൊല്യൂഷൻസ് ആഡ് ചെയ്യണം. അപ്പൊ അഡിറ്റീവ് സൊല്യൂഷൻസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2-3 ഗുണങ്ങളുണ്ട്. ഫസ്റ്റത്തെ എന്താ? നമ്മുടെ RBCയുടെ ഷെൽഫ് ലൈഫ് 42 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത് എന്താ? നമുക്ക് അതിനകത്തുള്ള പ്ലാസ്മ മാക്സിമം എമൗണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഷെൽഫ് ലൈഫ് കൂടുന്നത്? ബൈ ആഡിങ് സർട്ടൻ ന്യൂട്രിയൻസ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് പ്ലാസ്മ. നമ്മൾ കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്യുന്ന ടൈമില് പ്ലാസ്മ റിമൂവ് ചെയ്തതിന് ശേഷം വേറൊരു സാറ്റലൈറ്റ് ബാഗിലുള്ള അഡിറ്റീവ് സൊല്യൂഷൻസ് നമ്മുടെ പ്രൈമറി ബാഗിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അഡിറ്റീവ് സൊല്യൂഷൻസ് റെഡ്യൂസ് ഹെമറ്റോക്രൈറ്റ് ഫ്രം 70 to 85 to around 50 to 60%. നമ്മളിപ്പോ പാക്ഡ് അതായത് നമ്മൾ ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്ത ഹോൾ ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിൽ പ്ലാസ്മ റിമൂവ് ചെയ്തു. നമുക്ക് കിട്ടുന്ന ബ്ലഡിന്റെ വിസ്കോസിറ്റി അതിന്റെ ഹെമറ്റോക്രൈറ്റ് എന്താ? വളരെ കൂടുതൽ. അതായത് കുറച്ച് തിക്ക് സെൽ ബട്ടൺ അല്ലേ, പാക്ഡ് റെഡ് സെൽസ് അല്ലേ, അതിന് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഹെമറ്റോക്രൈറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ എങ്ങനെ ഹെമറ്റോക്രൈറ്റ് കൂടുതൽ തിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിസ്കസ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് ട്രാൻസ്യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവിടെയും നമുക്ക് അഡിറ്റീവ്സിന് റോളുണ്ട്. നമ്മുടെ അഡിറ്റീവ്സ് ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ വിസ്കോസിറ്റി കുറച്ചിട്ട് അറൌണ്ട് ഒരു 50 to 60% ആയിട്ട് ഹെമറ്റോക്രൈറ്റ് കുറയ്ക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ട്രാൻസ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞേക്കുന്നത് ഓൾറെഡി പറഞ്ഞതാണ്, whole blood is drawn into primary packet containing CPD or CPD2. The blood after collection is centrifuged and plasma is removed for blood component preparation into second satellite bag. നമ്മൾ പ്ലാസ്മ സെക്കൻഡ് സാറ്റലൈറ്റ് ബാഗിലോട്ട് ആഡ് ചെയ്യുന്നു, എന്നിട്ട് പ്ലാസ്മ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ അഡിറ്റീവ് സൊല്യൂഷൻസ് മൂന്നാമത്തെ സാറ്റലൈറ്റ് ബാഗിൽ നിന്ന് ഫസ്റ്റ് പാക്ഡ് റെഡ് സെൽസിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് RBCയുടെ ഷെൽഫ് ലൈഫും വയബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഇവിടെ സ്ട്രെസ് നോക്കേണ്ടത് നമ്മുടെ ഷെൽഫ് ലൈഫ് ആണ്. 42 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ പ്ലാസ്മയുടെ മാക്സിമം ഹാർവെസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ? റെഡ്യൂസ് വിസ്കോസിറ്റി, ഹെമറ്റോക്രൈറ്റ് ഒക്കെ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബ്ലഡ് ട്രാൻസ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഏതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സ്? നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സ് സാഗം ആണ്. അതായത് CPD സാഗം യൂസ് ചെയ്യും, CPD സാഗം യൂസ് ചെയ്യും. സാഗ് എന്ന് പറഞ്ഞാൽ സാഗ് സ്റ്റാൻഡ് ഫോർ സലൈൻ അഡിനിൻ ഗ്ലൂക്കോസ്. അത് നമ്മൾ പ്രീവിയസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് സാഗമാണ്. അതിൽ എമ്മും കൂടെ ഉണ്ട്. അതായത് സാഗം സ്റ്റാൻഡ് ഫോർ സലൈൻ അഡിനിൻ ഗ്ലൂക്കോസ് ആൻഡ് മാനിറ്റോൾ. മാനിറ്റോൾ ആണ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ മാനിറ്റോൾ ആണ് നമ്മുടെ CPD Aയിലെ 35 ഡേയ്സിന്ന് നമ്മുടെ അഡിറ്റീവിലോട്ട് വരുമ്പോഴത്തേക്ക് 42 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മാനിറ്റോൾ ആണ്. അപ്പൊ മാനിറ്റോൾ യൂസ് ചെയ്യുന്നത് എന്താ? നമ്മുടെ ഹീമോളിറ്റിക് ഡാമേജ് ഒക്കെ പ്രിവെന്റ് ചെയ്തിട്ട് RBCയുടെ ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കൂട്ടി 42 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സ് ഏതൊക്കെയാ? CPD സാഗ്, CPD സാഗം ആൻഡ് CPD അഡ്സോളും. ആക്ച്വലി സാഗം ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡിറ്റീവ്. അതിനകത്ത് സലൈനും അഡിനിനും ഗ്ലൂക്കോസും മാനിറ്റോളും ഉണ്ട്. പിന്നെ ഇതിന്റെ ഓരോ വെറൈറ്റി ആയിട്ട് ഓരോ പേരുകൾ നമ്മൾ പറയുന്നത്. അഡ്സോള്, നെട്രസെൽ, ഓക്സിസെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വേരിയന്റ് ആയിട്ട് ഓരോ കമ്പനി പേരുകളാണ് നമ്മൾ പറയുന്നത്. സാഗം ആണ് ആക്ച്വലി അഡിറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സാഗത്തിനകത്ത് എന്തൊക്കെ ഉണ്ട്? ആ പേരിൽ തന്നെ ഉണ്ട്. സാഗം, സലൈൻ മീൻസ് സോഡിയം ക്ലോറൈഡ്. പിന്നെന്താ? A4 അഡിനിൻ, G4 ഗ്ലൂക്കോസ്, M4 മാനിറ്റോൾ ആൻഡ് മേക്കപ്പ് ടു ഡിസ്റ്റിൽഡ് വാട്ടർ. ഇനി നമുക്ക് എത്ര ml ആണ് അഡിറ്റീവ് സൊല്യൂഷൻസ് ഉള്ളത്? 100 ml ആണ് നമ്മുടെ സാറ്റലൈറ്റ് ബാഗിലുള്ള അഡിറ്റീവ്സ്, അതായത് സാഗത്തിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സാഗം അല്ലെങ്കിൽ അഡിറ്റീവ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ പോസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ സർവൈവൽ എന്ന് പറയുന്നത്? 80% ആണ് പോസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ സർവൈവൽ എന്ന്. അതായത് നമ്മുടെ പേഷ്യന്റിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത അറൌണ്ട് 80% ബ്ലഡ് മാക്സിമം സർവൈവ് ചെയ്യും.
ഇനി മാനിറ്റോളിന്റെ റോൾ എന്താ? പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഹീമോലൈറ്റിക് ഡാമേജ്, അതായത് ഹീമോലൈസിസ് ഒന്നും ഉണ്ടാവാതെ RBCയുടെ വയബിലിറ്റിക്ക് ഇൻക്രീസ് ചെയ്തിട്ട് ഷെൽഫ് ലൈഫ് 42 days ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മുടെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സാഗം തന്നെയാണ്. അതിന്റെ ഓരോ വേരിയൻസിന്റെ പേരാണ് അഡ്സോൾ. അതിന് AS1 എന്ന് പറയും, പിന്നെ നട്രസെൽ AS3 എന്ന് പറയും, ഒക്ടിസോള് AS5 എന്ന് പറയും. ആക്ച്വലി ഇതിൽ സലൈനും അഡിനിനും ഗ്ലൂക്കോസ് മാനിറ്റോളൊക്കെ ഉണ്ട്. ഓരോ വേരിയൻസ് ആണ്, അതായത് അഡ്സോള്, നട്രസെൽ, ഒക്ടിസോൾ ഓരോ പേരുകളായിട്ട് നമ്മൾ അറിയപ്പെടുന്നു. അതിനെ അഡ്സോളിനെ AS1 എന്ന് പറയും, നട്രസെല്ലിനെ AS3 എന്ന് പറയും, ഒക്ടിസോളിനെ AS5 എന്ന് പറയും. ഇനി എന്തൊക്കെയാ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? നമ്മുടെ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ RBCയുടെ ഷെൽഫ് ലൈഫ് 42 days ആയിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ വിസ്കോസിറ്റി ഒക്കെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, മാക്സിമം എമൗണ്ട് നമുക്ക് പ്ലാസ്മ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇത്രയാണ് നമ്മുടെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താ? നമ്മുടെ RBCയുടെ ഷെൽഫ് ലൈഫ് 42 days ആയിട്ട് ഇത് കൂട്ടും. പക്ഷെ നമ്മൾ ഇത്രയും ദിവസം വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ RBCയുടെ മെംബ്രെയിന്റെ ഡീഫോമബിലിറ്റി ഒക്കെ ലോസ്, അതായത് മെംബ്രെയിന്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ലോസ് ആയിട്ട് അത് പെട്ടെന്ന്, അതായത് ലൈസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ലൈസ് ആവില്ല, മാനിറ്റോൾ ഉള്ളതുകൊണ്ട് ലൈസ് ആവില്ല, എങ്കിലും അതിന്റെ RBCയുടെ മെംബ്രെയിൻ ഡീഫോമബിലിറ്റി ലോസ് ആയി പോവും. പിന്നെ എന്താ, 2,3-DPG ലോസ് കുറയും. അതായത് 2,3 ഡിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആണ് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷനും ഓക്സിജന്റെ ടേക്കപ്പിനൊക്കെ നമുക്ക് 2,3-DPG ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് 2,3-DPGയുടെ എമൗണ്ട് പ്രോഗ്രസീവ്ലി ലോസ് ചെയ്യും. 42 days ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ, സ്റ്റോറേജ് ലീഷൻസ്. നമ്മൾ പറഞ്ഞു ഈ 42 days ഒക്കെ നമുക്ക് പ്രിസർവ് ചെയ്ത്, അതായത് RBC ലൈസ് ഇല്ലാതെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഈ 42 days നമ്മൾ ഈ ആന്റികോയാഗുലന്റ് പ്രിസർവ് ചെയ്ത് വെച്ചാലും കുറച്ചധികം ചേഞ്ചസ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവും. അത് ഏതൊക്കെ ചേഞ്ചസ്? അതായത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ചേഞ്ച് ആണ് നമ്മുടെ RBC സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചേഞ്ചസ് നോക്കിയേ, നമുക്ക് രണ്ട് രീതിയിൽ ചേഞ്ചസ് വരാം. ഒന്നെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ്, അതായത് ഫിസിക്കലി ഉണ്ടാവുന്ന ചേഞ്ചസും, രണ്ടാമത് അതിനകത്തുള്ള കെമിക്കൽ കമ്പോണൻസിനുള്ള ചേഞ്ചസ്. അപ്പം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് സ്റ്റോർഡ് ബ്ലഡിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റോറേജ് ലീഷൻസ് എന്ന് പറയും. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു അതിനെയാണ് നമ്മൾ സ്റ്റോറേജ് ലീഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സ്റ്റോറേജ് ലീഷൻസ്? രണ്ട് ടൈപ്പ് ചേഞ്ചസ് ഉണ്ട്. ഏതൊക്കെയാ? ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് നമ്മൾ ഓൾമോസ്റ്റ് നോർമലി ഒരു ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുന്ന ഫിസിക്കൽ ചേഞ്ചസ്. എന്തൊക്കെയാ? ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ, നമ്മുടെ RBCയുടെ ഷേപ്പ് എന്താ? ഡിസ്ക് ഷേപ്പാണ്. ആ ഡിസ്ക് ഷേപ്പിൽ നിന്ന് ഒരു റഫ്ലി എന്ത് ഷേപ്പായിട്ട് മാറും? സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറും. അതാണ് ഫസ്റ്റത്തെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ, നമ്മുടെ RBCയുടെ മെമ്പറൈൻ എന്താ? ലിപ്പിഡ് ബൈലെയർ ആണ് നമ്മുടെ മെമ്പറൈൻ. അതിനകത്തുള്ള ലിപ്പിഡ് ആണ് ഒരു ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ലിപ്പിഡ് ലോസ് ആകുമ്പോഴത്തേക്ക് ഓൾറെഡി അതിന്റെ ഡീഫോമബിലിറ്റിയും ഡിക്രീസ് ആയിട്ട് അതിന്റെ ഫ്ലെക്സിബിലിറ്റി എല്ലാം ലോസ് ആയി പോകുന്നു RBCയുടെ മെമ്പറൈന്റെ. അടുത്തത് എന്താ? ഡിക്രീസ് ഇൻ ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം. എന്താണ് ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം? എന്താ? നമ്മുടെ RBCയുടെ നമുക്കൊരു RBCക്ക് എത്രത്തോളം വലുതാവാൻ പറ്റും, അത് പൊട്ടുന്നതിന് മുന്നേ എത്രത്തോളം അതിന് പിടിച്ചു നിൽക്കാൻ പറ്റും, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം എന്ന് പറയുന്നത്. നമ്മുടെ RBC എത്രത്തോളം സെല്ല് ചെയ്യുന്നത് അത് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മുടെ RBCയുടെ മെമ്പറൈൻ, ലിപ്പിഡ് കണ്ടന്റ് ഓഫ് ദ മെമ്പറൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ RBCയുടെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ സ്വെൽനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം എന്ന് പറയുന്നത് എന്താ? ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം ഇസ് എ ലാർജസ്റ്റ് വോളിയം ടു വിച്ച് റെഡ് സെൽ സ്വെൽ ബിഫോർ ഹീമോലൈസ്. അതായത് ഹീമോലൈസിസ് നടക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എത്രത്തോളം RBCക്ക് സ്വെല്ല് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം എന്ന് പറയുന്നത്. ആ എമൗണ്ട്, അതായത് ആ സ്വെല്ല് ചെയ്യുന്നതിന്റെ കപ്പാസിറ്റി കുറയുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ RBCയുടെ മെമ്പറൈന്റെ ഡീഫോമബിലിറ്റിക്ക്, അതിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് പോയി ലിപ്പിഡൊക്കെ പോയത് കൊണ്ടാണ് ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം ഡിക്രീസ് ആവുന്നത്. ഇനി അടുത്ത എന്താ? ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം ഡിക്രീസ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റും? ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ഇൻക്രീസ് ആവും. ഓസ്മോട്ടിക് ഫ്രജിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് വേരിയിങ് കോൺസെൻട്രേഷൻ ഓഫ് ഐസോട്ടോണിക് സലൈൻ സൊല്യൂഷനിൽ നമ്മൾ RBCയുടെ സീരിയൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തുമ്പോഴത്തേക്ക് RBC ലൈസ് ആയിപ്പോ. അതിനാണ് നമ്മൾ ഓസ്മോട്ടിക് ഫ്രജിലിറ്റി, അതായത് നമ്മുടെ
സർഫസ് ഏരിയ വോളിയം റേഷ്യോ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ സ്പിയറോസൈറ്റ്സിനൊക്കെ ഡിക്രീസ് സർഫസ് ഏരിയ വോളിയം റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. നമ്മുടെ കുറച്ച് ഐസോട്ടോണിക് സലൈൻ സൊല്യൂഷനിൽ ഇടുമ്പോൾ തന്നെ RBC പൊട്ടിപ്പോകും. അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം കുറയുമ്പോഴത്തേക്ക് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്തത് എന്താ? ബ്ലഡ് ഈസ് സ്റ്റോർഡ് ഫോർ മോർ ദാൻ 24 hours 2 to 6 degree ഹാവ് ഫ്യൂ വയബിൾ പ്ലേറ്റ്ലെറ്റ് ആൻഡ് ഗ്രാനുലോസൈറ്റ്സ്. അപ്പൊ നമ്മുടെ സ്റ്റോർഡ് ബ്ലഡില് പ്ലേറ്റ്ലെറ്റ്സിന്റെയും ഗ്രാനുലോസൈറ്റിന്റെയും ഒക്കെ എമൗണ്ട് വളരെ കുറവായിരിക്കും. പിന്നെന്താ? ഹീറ്റ് ലെബയിലായിട്ടുള്ള കൊയാഗുലേഷൻ ഫാക്ടർ, അതായത് ഫാക്ടർ 5 ഫാക്ടർ 8ഉം നമ്മുടെ സ്റ്റോർ ചെയ്ത ബ്ലഡിൽ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ വയബിൾ ലിംഫോസൈറ്റ്സ് ഒക്കെ നമ്മുടെ സ്റ്റോർഡ് ബ്ലഡിൽ അതുപോലെ തന്നെ പെർസിസ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇത് ഇത്രയാണ് എന്ത്? ഫിസിക്കൽ ചേഞ്ചസ് ഓഫ് ഒക്കേഴ്സ് ഇൻ സ്റ്റോറേജ് ബ്ലഡ്. അതായത് സ്റ്റോറേജ് ലീഷൻസിലെ ഫിസിക്കൽ ചേഞ്ച്. നമ്മുടെ RBC ഡിസ്ക് ഷേപ്പ് ആയിട്ട് മാറും. ലിപ്പിഡ് സെൽ മെമ്പറൈൻ, ലിപ്പിഡ് നമ്മുടെ സെൽ മെമ്പറിൽ ലിപ്പിഡ് ലോസ് ആവുന്നതുകൊണ്ട് ഡിഫോമബിലിറ്റി ഡിക്രീസ് ആവും. ക്രിട്ടിക്കൽ ഹീമോലൈറ്റിക് വോളിയം ഡിക്രീസ് ആവും. ഓസ്മോട്ടിക് ഫ്രിജിലിറ്റി ഇൻക്രീസ് ആവും. വയബിൾ പ്ലേറ്റ്ലെറ്റും ഗ്രാനുലോസൈറ്റ് ഒക്കെ ലോസ് ആവും. പിന്നെ നമ്മുടെ ഹീറ്റ് ലെബയിൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫാക്ടർ 5ഉം 8ഉം ഡിക്രീസ് ആവും. പിന്നെ വയബിൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ അതുപോലെ തന്നെ സ്റ്റോർഡ് ബ്ലഡിൽ വയബിൾ ലിംഫോസൈറ്റ് കൗണ്ട് അതുപോലെ തന്നെ സ്റ്റോർഡ് ബ്ലഡിൽ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കും. ഇനി അടുത്തത് എന്താ? ഇപ്പൊ നമ്മൾ ഫിസിക്കലി ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തത് എന്താ? ബയോകെമിക്കലി എന്തൊക്കെ ചേഞ്ചസ് വരാം? എന്തൊക്കെ ചേഞ്ചസ് വരാം? നമ്മുടെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ഈ സ്റ്റോർഡ് ബ്ലഡിൽ ഉള്ളത്. ആ ന്യൂട്രിയൻസ് എക്സോസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ATPയുടെ ലെവൽ കുറയും. അതായത് ATP ഒരു പർട്ടിക്കുലർ എമൗണ്ടിലേ ഉള്ളൂ, അത് യൂസ് ചെയ്യുന്ന അനുസരിച്ച് ATPയുടെ ലെവൽ കുറയും. ഇനി ATP നമ്മുടെ ഗ്ലൈക്കോളിസിസ്, അതായത് എനറോബിക് ഗ്ലൈക്കോളിസിസ് ആണ് നമ്മുടെ ATP പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അനോറോബിക് ഗ്ലൈക്കോളിസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് ഡെസ്ട്രോസിന്റെ ലെവലും pH ഒക്കെ കുറഞ്ഞു വരും. പിന്നെ നമ്മുടെ ATP കുറയും. പിന്നെന്താ? നമ്മുടെ ഇൻട്രാസെല്ലുലാർ സോഡിയം അതായത് നമ്മുടെ RBCയിലകത്തുള്ള സോഡിയം ഇൻക്രീസ് ആവും. പക്ഷെ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള പൊട്ടാഷ്യം ഇൻക്രീസ് ആവും. അപ്പൊ RBCയുടെ അകത്ത് സോഡിയം ഇൻക്രീസ് ആവും, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡില് പൊട്ടാഷ്യം ഇൻക്രീസ് ആവും. പിന്നെന്താ? 2,3-BPG ഡിക്രീസ് ആവും. പക്ഷെ ഡിക്രീസ് ആവുമെങ്കിലും നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് 2,3-DPG ഡിക്രീസ് ആവും. പക്ഷെ നമ്മൾ ഈ സ്റ്റോർ ചെയ്ത ബ്ലഡ് പേഷ്യന്റിലോട്ട് ഡൊണേറ്റ് ചെയ്ത് വിത്തിൻ 1 വീക്സിനുള്ളിൽ 2,3-BPG നോർമൽ ലെവലിലോട്ട് വരും. പക്ഷെ ചില ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ 2,3-BPG നോർമൽ ലെവലിലോട്ട് വരാതുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഫ്രഷ് ബ്ലഡ് ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് 2,3-BPG കുറയും. പക്ഷെ നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്ത് വിത്തിൻ 1 വീക്സിനുള്ളിൽ അത് നോർമൽ ലെവലിലോട്ട് വരും. പക്ഷെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനും ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും 2,3-BPG നോർമൽ ലെവലിലോട്ട് വരില്ല. അവർക്ക് നമ്മൾ ഫ്രഷ് ബ്ലഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇത്രയാണ് ബയോകെമിക്കൽ ചേഞ്ചസ് ഒക്കേഴ്സ് ഡ്യൂറിങ് സ്റ്റോറേജ് ഓഫ് ബ്ലഡ്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോറേജ് ലീഷൻസ് എന്ന് പറയുന്നത്. അതായത് ഫിസിക്കലിയും കെമിക്കലിയും ചേഞ്ചസ് ഉണ്ടാവും. ഫിസിക്കലി ആണെങ്കിൽ അതിന്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ചേഞ്ച് ആവുന്നു. കെമിക്കലി ആണെങ്കിൽ ATP pH ഡിക്രീസ് ആവും. നമ്മുടെ സോഡിയം RBC അകത്ത് ഇൻക്രീസ് ആവും. പൊട്ടാഷ്യം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഇൻക്രീസ് ആവും. 2,3-BPG ഡിക്രീസ് ആവും. ബട്ട് റിവേർട്ട് ടു നോർമൽ ആഫ്റ്റർ ട്രാൻസിഷൻ വിത്തിൻ 1 വീക്സ്. ഓക്കെ, ആന്റികോയാഗുലന്റ് പ്രിസർവേഷനും അഡിറ്റീവ്സും ഒക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? Any doubts? Clear ആണോ? ക്ലിയർ ആണ് മാം. Okay. നമുക്കിനി ചെറിയൊരു പോർഷൻ ഉണ്ട്. ആക്ച്വലി സ്റ്റോറേജിലായിരുന്നു പറയേണ്ടിയിരുന്നത്. ഞാൻ ഇവിടെ ഇത് ആഡ് ചെയ്യുന്നു. നമുക്ക് ഓരോന്നിന്റെ ടെമ്പറേച്ചറും എത്ര നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് കമ്പോണന്റ് പഠിക്കാം. അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പൊ നമുക്ക് നോർമലി നമ്മുടെ RBC ആക്ച്വലി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടെമ്പറേച്ചർ എത്രയാ? RBC സ്റ്റോർ ചെയ്യുന്ന എത്രയിലാ? 2 to 4. 2 to 4.
ഓക്കെ, ഒരു 2 to 6 അല്ലെങ്കിൽ 2 to 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ RBC പാക്ഡ് റെഡ് സെൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ അഡിറ്റീവ് സൊല്യൂഷൻ ആണെങ്കിൽ അപ് ടു 42 ഡേയ്സ്, നമ്മുടെ CPDA മാത്രം യൂസ് ചെയ്യുന്നെങ്കിൽ 35 ഡേയ്സ്. ഇതാണ് നമ്മൾ നോർമലി RBC സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. 42 ദിവസം കഴിഞ്ഞ് നമുക്കത് യൂസ് ചെയ്തില്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണം. പക്ഷേ നമുക്ക് ഈ ബ്ലഡ്, അതായത് പാക്ഡ് റെഡ് സെൽസ് അപ് ടു 10 ഇയേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ബൈ ഫ്രീസിങ്. അതായത് നമ്മള് RBCനെ ഫ്രോസൺ ചെയ്തിട്ട് മാക്സിമം ഒരു 10 വർഷം വരെ നമുക്ക് RBCനെ പ്രിസർവ് ചെയ്ത് വെക്കാം. നോർമലി നമ്മൾ ഈ പാക്ഡ് റെഡ് സെൽസിനെ ഫ്രോസൺ ചെയ്താൽ അതിനകത്തുള്ള ഈ ഫോം ചെയ്യുന്ന ഐസ് നമ്മുടെ ഈ RBCയുടെ മെംബ്രെയിനെയൊക്കെ ഡാമേജ് ചെയ്തിട്ട് സെൽ ഐസിസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് RBC ഫ്രോസൺ ചെയ്തുകൂടെ, അതായത് ഒരു 4 to 6 റേഞ്ചിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫ്രോസൺ സ്റ്റേറ്റിൽ നമ്മൾ പ്രിസർവ് ചെയ്യുമ്പോഴത്തേക്ക് RBCനെ ഫ്രോസൺ ചെയ്തിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്. ഇനി ഫ്രോസൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു ക്രയോ പ്രൊട്ടക്റ്റീവ് ഏജൻസ് ആണ്, അതായത് ഈ തണുപ്പിൽ നിന്ന് നമ്മുടെ RBCനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു റിയേജൻസ് ആഡ് ചെയ്യും. അതാണ് എന്ത്? ഗ്ലിസറോൾ. അപ്പൊ ഗ്ലിസറോൾ ഇസ് ആക്ട് ആസ് എ ക്രയോ പ്രൊട്ടക്റ്റീവ് ഏജൻസ്. നമ്മുടെ RBCനെ ഫ്രോസൺ സ്റ്റേറ്റിൽ പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രയോ പ്രൊട്ടക്റ്റീവ് ഏജന്റ് ഏതാ? ഗ്ലിസറോൾ ആണ്. അപ്പം ഗ്ലിസറോൾ എന്താ ചെയ്യുന്നേ? നമ്മുടെ ഗ്ലിസറോൾ RBCയുടെ അകത്തോട്ട് കയറിയതിന് ശേഷം നമ്മുടെ ഈ ഐസ് കൊണ്ടുണ്ടാവുന്ന മെക്കാനിക്കൽ ഇഞ്ചുറിയും അതർ ഡാമേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ഗ്ലിസറോൾ RBCയുടെ അകത്ത് ഫില്ല് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രോസൺ ചെയ്താലും RBCയുടെ മെംബ്രെയിനോ അതിന്റെ അകത്തോ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ എങ്ങനെയാ പ്രിസർവ് ചെയ്യുന്ന ഫ്രോസൺ സ്റ്റേറ്റില്? നമ്മൾ ഗ്ലിസറോള് നമ്മുടെ ഈ പാക്ഡ് റെഡ് സെൽസിലോട്ട് പതിയെ ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്യും. ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ? നമ്മുടെ ഗ്ലിസറോള് നമ്മുടെ RBCയുടെ അകത്തോട്ട് കയറും. എന്നിട്ട് എന്താ? നമ്മൾ അതിനെ റാപ്പിഡ്ലി ഫ്രോസൺ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തേക്കും. ഇനി നമ്മൾ ഫ്രീസിങ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചറും നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലിസറോളിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഫ്രീസ് ചെയ്യാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലിസറോൾ യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ. നമുക്ക് 2 മെത്തഡ് ഉണ്ടെന്ന് പറഞ്ഞു. 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഹൈ ഗ്ലിസറോൾ മെത്തഡ് ആൻഡ് ലോ ഗ്ലിസറോൾ മെത്തഡ്. ഹൈ ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എത്ര പെർസെന്റേജ് ഗ്ലിസറോളാ? 40% പതുക്കെ മാത്രമേ നടക്കുള്ളൂ. അപ്പം ഹൈ ഗ്ലിസറോൾ മെത്തഡിൽ 40% ഗ്ലിസറോൾ യൂസ് ചെയ്യും. ഫ്രീസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടെമ്പറേച്ചർ എത്രയാ? -80 ഡിഗ്രി സെൽഷ്യസിനാണ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബൈ യൂസിങ് ഹൈ ഗ്ലിസറോൾ മെത്തേഡ്. അതായത് മെക്കാനിക്കൽ റെഫ്രിജറേറ്ററിൽ -80 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഹൈ ഗ്ലിസറോൾ മെത്തേഡിൽ ഫ്രീസ് ചെയ്ത് 40% ഗ്ലിസറോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ലോ ഗ്ലിസറോൾ മെത്തേഡ് ആണെങ്കിലോ 20% ഗ്ലിസറോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 20% ഗ്ലിസറോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് റാപ്പിഡ് ഫ്രീസിംഗ് ആണ്. നമ്മൾ ഫ്രീസ് ചെയ്യുന്നത് ബൈ യൂസിങ് ലിക്വിഡ് നൈട്രജൻ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ലിക്വിഡ് നൈട്രജൻ തന്നെയാണ് നമ്മൾ റിസർവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അറ്റ് -196 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ലോ ഗ്ലിസറോൾ മെത്തേഡിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ RBCനെ ഫ്രോസൺ സ്റ്റേറ്റിൽ പ്രിസർവ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലിസറോൾ. നമ്മൾ ഹൈ ഗ്ലിസറോൾ 40% ഗ്ലിസറോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ റെഫ്രിജറേറ്ററിൽ -80 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ലോ ഗ്ലിസറോൾ ആണെങ്കിൽ 20% ഗ്ലിസറോൾ ആണ് നമ്മൾ റാപ്പിഡ് ആയിട്ട് ഫ്രീസ്, അതായത് -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജൻ വെച്ച് ഫ്രീസ് ചെയ്തതിനു ശേഷം സ്റ്റോർ ചെയ്യുന്നത് -196 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതാണ് നമ്മുടെ പ്രിസർവേഷൻ ഓഫ് RBC ഫ്രോസൺ സ്റ്റേറ്റ്. അപ്പൊ നമുക്കിപ്പോ ഒരു 10 വർഷം വരെ നമുക്ക് ഇങ്ങനെ RBCനെ ഫ്രീസ് തണുപ്പിച്ച് ഇങ്ങനെ ഫ്രോസൺ ആക്കി പ്രിസർവ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് എപ്പോഴാണോ നീഡ് വരുന്നത് അപ്പൊ നമുക്ക് RBCനെ ആ ഫ്രോസൺ ചെയ്തതിന് എടുത്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഈ നല്ല കട്ടയായിട്ടിരിക്കുന്ന RBCനെ എന്ത് ചെയ്യണം? തണുപ്പിച്ച്, അതായത് തോ ചെയ്യണം. അതിനെ തണുപ്പിച്ച് ലിക്വിഡ് ആക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തോയിങ് എന്ന് പറയുന്നത്. അപ്പൊ തോയിങ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? ഒരു 37 വാട്ടർ ബാത്തിൽ അറൌണ്ട് ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ അതായത് ഐസ് ആയിട്ടിരിക്കുന്ന RBCയിൽ നല്ല ലിക്വിഡ് ആയിട്ട് മാറും. ഇനി നമുക്ക് അതിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ഗ്ലിസറോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ
അപ്പൊ നമ്മൾ ഈ തോ ചെയ്തതിന് ശേഷം ഗ്ലിസറോളിന് കമ്പൽസറി ആയിട്ട് റിമൂവ് ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീ ഗ്ലിസറോളൈസേഷൻ എന്ന് പറയുന്നത്. എന്തിനാ ഗ്ലിസറോളിനെ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്? ഗ്ലിസറോളിനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ RBC ലൈസൈബോ, അത് ഇൻവൈവോ ആയിക്കോട്ടെ ഇൻവിറ്റോ, നമ്മുടെ ബോഡിയുടെ അകത്ത് ട്രാൻസ്ഫ്യൂസ് ചെയ്താലും ചെയ്യുന്നതിന് മുന്നേ ആയാലും നമ്മുടെ ഗ്ലിസറോള് RBCയുടെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ അത് ലൈസായി പോകും. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ തോ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഗ്ലിസറോളിനെ റിമൂവ് ചെയ്യണം. ഗ്ലിസറോൾ റിമൂവ് സിമ്പിൾ ആണ്. നമ്മൾ ഈ ഗ്ലിസറോൾ RBCയുടെ അകത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ RBC കുറച്ചൊന്ന് ഹൈപ്പർ ടോണിക് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് അതിന് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മള് ഹൈപ്പർ ടോണിക് ടു ഹൈപ്പോടോണിക് സലൈൻ, അതായത് ഫസ്റ്റ് നമ്മുടെ RBCയുടെ അകം എങ്ങനെയാ ഇരിക്കുന്നത്, ഗ്ലിസറോൾ കൂടുതലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഹൈപ്പർ ടോണിക് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഹൈപ്പർടോണിക് സലൈൻ സൊല്യൂഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഹൈപ്പർടോണിക് സലൈൻ സൊല്യൂഷൻ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാജുവലി നമ്മുടെ RBCയുടെ അകത്തിരിക്കുന്ന ഗ്ലിസറോള് ലോസായി പോകും. പിന്നെ നമുക്ക് ഗ്രാജുവലി കോൺസെൻട്രേഷൻ കുറച്ച് ഐസോട്ടോണിക് സലൈൻ സൊല്യൂഷനിലോട്ട് എത്തിക്കുക. അതായത് നമ്മൾ വാഷ് ചെയ്ത് ഫസ്റ്റ് ഹൈപ്പർടോണിക്കിൽ വാഷ് ചെയ്യുക, പിന്നെ നമ്മൾ കുറച്ച് ഐസോട്ടോണിക് സലൈൻ സൊല്യൂഷനിൽ എത്തിക്കുക. നമ്മൾ ലാസ്റ്റ് ഫൈനൽ വാഷ് ചെയ്യുന്ന ടൈമില് നമ്മളുടെ ഗ്ലിസറോളിന്റെ കോൺസെൻട്രേഷൻ എത്ര ആയിരിക്കണം? 1 to 2% ആയിരിക്കണം ഗ്ലിസറോളിന്റെ കോൺസെൻട്രേഷൻ. ഫൈനലി നമ്മൾ ഐസോട്ടോണിക് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലാണ് RBC പ്രിപ്പയർ ചെയ്തത്. അതായത് അതിനകത്തൊരു കുറച്ച് എമൗണ്ട് ഗ്ലൂക്കോസും കൂടെ കാണാം. അതായത് ATP പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്ലൂക്കോസും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹൈപ്പർടോണിക് സലൈൻ സൊല്യൂഷൻ വെച്ച് ഗ്രാജുവലി കുറച്ച് ഫൈനലി ഐസോട്ടോണിക് സൊല്യൂഷൻ കണ്ടെയ്നിങ് ഗ്ലൂക്കോസ് സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്ത് മേക്കപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ വാഷിൽ നമ്മുടെ ഗ്ലിസറോളിന്റെ കോൺസെൻട്രേഷൻ എത്ര ആയിരിക്കണം? അറൌണ്ട് ഒരു 1 to 2% ആയിരിക്കണം ഗ്ലിസറോളിന്റെ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ നമുക്ക് RBC ലൈസിസ് ഉണ്ടായിരിക്കും. ഇതാണ് ഡീഗ്ലിസറലൈസേഷൻ എന്ന് പറയാൻ. നമ്മുടെ ഫ്രോസൺ സ്റ്റേറ്റിൽ നമ്മുടെ ഗ്ലിസറോൾ ആഡ് ചെയ്തിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴാണോ by gradually decreasing from hypertonic saline solution to isotonic saline solution. ഇനി എന്താ ഇൻഡിക്കേഷൻസ് ഓഫ് ലോങ് ടേം സ്റ്റോറേജ് ഓഫ് RBC ഇൻ ഫ്രോസൺ സ്റ്റേറ്റ്? നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഫ്രോസൺ സ്റ്റേറ്റിൽ പ്രിസർവ് ചെയ്യുന്നതുകൊണ്ടുള്ള യൂസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താ? സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ഫോർ പേഷ്യന്റ് വിത്ത് ആന്റിബോഡീസ് അഗൻസ്റ്റ് ഹൈ ഫ്രീക്വൻസി ആന്റിജൻസ്. നമ്മുടെ ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ നിൽക്കുന്നവർക്കൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മുടെ ചില പേഷ്യൻസിന്റെ ഒക്കെ ബ്ലഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്രോസ് മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ബ്ലഡും മാച്ച് ആവുന്നത്, അതായത് ഒരുപാട് ഇറഗുലർ ആന്റിബോഡീസ് മേ ബി അവരുടെ സെറത്തിലുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ബ്ലഡ് ഒന്നും മാച്ച് ആവാത്തത്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് അവർക്ക് മാച്ച് ആവുന്ന ബ്ലഡ് കിട്ടുന്ന ടൈമിൽ നമുക്ക് ലോങ് ടേം റിസർവ് ചെയ്ത് വെക്കാം. അതൊരു ഇൻഡിക്കേഷൻ. രണ്ടാമത് എന്താ? നമുക്ക് റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്, അതായത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്ന് നമുക്ക് ഡോണർ കിട്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള റെയർ ബ്ലഡ് ഗ്രൂപ്പുകൾ നമുക്ക് കിട്ടുന്ന ടൈമിൽ പ്രിസർവ് ചെയ്ത് വെക്കാം. ഹോസ്പിറ്റലിൽ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. പിന്നെന്താ? ഓട്ടോലോഗസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് ഓട്ടോലോഗസ് ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ഇപ്പൊ എനിക്ക് ബ്ലഡ് എനിക്ക് തന്നെ ഞാൻ ബ്ലഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ടൈമിൽ ഡൊണേറ്റ് ചെയ്ത് വെക്കും. നോർമലി ആണ് നമുക്ക് വിത്ത് അഡിറ്റീവ്സ് ആണെങ്കിൽ 42 days വരെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് ലോങ് ടേം സ്റ്റോറേജിന് വേണ്ടി എന്ത് യൂസ് ചെയ്യാം? ഫ്രോസൺ ചെയ്ത് നമ്മുടെ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെന്താ? നമുക്ക് ചില പേഷ്യൻസിൽ നമ്മുടെ ഈ ല്യൂക്കോസൈഡ്സിനും പ്ലേറ്റ്ലെറ്റ്സിനും ഒക്കെ അഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ RBCനെ പ്രിസർവ് ചെയ്ത്, അതായത് ഈ ലോങ് ടേം RBCനെ പ്രിസർവ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ്സും ഗ്ലൂക്കോസൈഡ്സ് ഒക്കെ ലോസ് ആയി പോകും. അപ്പൊ നമുക്ക് ഈ ഓൾറെഡി സെൻസിറ്റൈസ് ചെയ്ത ആന്റിബോഡി ഉള്ള പേഷ്യൻസ് നമുക്ക് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇത്രയാണ് എന്ത് ഇൻഡിക്കേഷൻസ് ഓഫ് ലോങ് ടേം സ്റ്റോറേജ് ഓഫ് RBC ഇൻ ഫ്രോസൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹൈ ഡിഗ്രി ഓഫ് ആന്റിബോഡീസ് ഉള്ള പേഷ്യൻസിന് മാച്ച് ആകുന്ന ബ്ലഡ് പ്രിസർവ് ചെയ്ത് വെക്കാം. പിന്നെ എന്താ? ബോംബെ, അതായത് റെയർ ബ്ലഡ് ഗ്രൂപ്പ്സ്, പിന്നെ ഓട്ടോലോഗസ് ട്രാൻസ്ഫ്യൂഷൻ, പിന്നെ നമ്മുടെ ചില പേഷ്യൻസിന് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിനും ഗ്ലൂക്കോസൈഡ്സിനും സെൻസിറ്റൈസ്ഡ് ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. ആ പേഷ്യൻസിന് നമുക്ക് ഈ ഫ്രോസൺ സ്റ്റേറ്റിലുള്ള പാക്ഡ് ബ്ലഡ് സെൽസ് കൊടുക്കാം. ഇത് ഇത്രയാണ് നമ്മുടെ സ്റ്റോറേജ് RBC ഇൻ
ഫ്രോസൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രിസർവേഷൻ അല്ലെങ്കിൽ ആന്റികോയാഗുലന്റ് അല്ലെങ്കിൽ അഡിറ്റീവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ ഞാൻ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? എനി ഡൗട്ട്സ്? ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്റ്റോറേജ് പീരീഡ് ഓഫ് ബ്ലഡ് ഇൻ ACD സൊല്യൂഷൻ ഈസ്. ACDയിൽ എത്ര ദിവസം വരെ സ്റ്റോർ ചെയ്യാം നമുക്ക്? 21 days. 21 ഡേയ്സ് വരെ നമുക്ക് ബ്ലഡ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അണ്ടർ ഐഡിയൽ കണ്ടീഷൻ ബ്ലഡ് കളക്ടഡ് ഇൻ CPD ക്യാൻ ബി സ്റ്റോർഡ് ഇൻ CPDA ആ ചോദിച്ചിരിക്കുന്നത്. 35. CPDAക്ക് എത്ര ദിവസം? 35 days. 35 ഡേയ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, ഏജ് ഓഫ് നീഡിൽ യൂസ്ഡ് ഫോർ ബ്ലഡ് ഡൊണേഷൻ ഈസ് 16. ഓക്കെ 16 ഗേജ്. അടുത്തത് ദ ആന്റികോയാഗുലന്റ് പ്രിസർവേറ്റീവ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ഇൻ ബ്ലഡ് ബാങ്ക് ഈസ് EDTA, ഓക്സലേറ്റ്, CPD ആൻഡ് ഫ്ലൂറൈഡ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അത് ആക്ച്വലി നമ്മുടെ TTDയിൽ വരുന്നതായിരുന്നു. നിങ്ങൾക്ക് ചോദിക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻഫെക്ഷൻ ഈസ് നോട്ട് യൂഷ്വലി ട്രാൻസ്മിറ്റഡ് ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ഏതാണെന്ന് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് പറയാം. സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് A, മലേറിയ, HIV. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് A എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നേ? ഓറൽ റൂട്ടിലാണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് A ട്രാൻസ്ഫർ. അതായത് നമ്മുടെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. സോ ഫീക്കോ ഓറൽ അല്ല, നമ്മുടെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടെയാണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് A ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഹൗ മെനി ഡേയ്സ് ഓഫ് ബ്ലഡ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ CPD? അത് ഓൾറെഡി ചോദിച്ചതാണ്, റിപ്പീറ്റഡ് വന്നതാ. അടുത്തത്, വിച്ച് റിയേജൻ ഇൻ CPDA പ്രിവെന്റ് കാരമലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്? സിട്രിക് ആസിഡ് ആണ് നമ്മുടെ കാരമലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് പ്രിവെന്റ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഇൻഡിവിജ്വൽ ഗിവ് ബ്ലഡ് ഫോർ ദെയർ ഓൺ യൂസ് ഈസ് കോൾഡ് autologous blood donors. Okay, the minimum amount of hemoglobin required for the blood donation is 12.5 gram per deciliter. Okay, ഇനി അടുത്തത്, 100 ml of blood contain dash amount of CPDA. CPDA ആണ് ചോദിച്ചിരിക്കുന്നത്. 14 ml ആണ്, 16 അല്ല, 14 ml ആണ് ഉള്ളത്. In 350 ml of whole blood contain how much amount of ACD? ഞാൻ ഓൾറെഡി ചോദിച്ചത്. എത്ര ഉണ്ട്? 350 ml എത്ര എമൗണ്ട് ACD ഉണ്ട്? ACD ആ ചോദിച്ചേക്കുന്നത്. എത്രയാ? ACD നമുക്ക് 15 ആണ് 100 ml വരുന്നത്. അപ്പം 350 ml എത്രയാ വരുന്നത്? 2.5 ml ആണ് നമുക്ക് വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ CPDA, അതായത് 450 ml of blood contain how much amount of CPDA? CPDA എത്ര വരും? 450 ml 60. അതായത് നമ്മുടെ CPDA 100 ml എത്രയാ വരുന്നത്? 14 ml ആണ്. നമ്മുടെ 450 ml 63 ആണ് വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡോണർ റിയാക്ഷൻ? ഇതിൽ ഏതാണ് ഡോണർ റിയാക്ഷൻ അല്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്നസ്, ഫെയിന്റിംഗ്, അനീമിയ, ഹെമറ്റോമ. അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോണർ റിയാക്ഷൻ അല്ല. ബ്ലഡ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ CPD സാഗം ഫോർ 42 days. വെരി ഗുഡ്.
ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചത്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ആയിട്ട് ഞാൻ വായിക്കാം. അഡിക്റ്റീവ്സ് എക്സ്റ്റെൻഡ് ദ റെഡ് സെൽ സ്റ്റോറേജ് ടു 42 days. ഓപ്ഷൻ ബി, അഡിക്റ്റീവ്സ് പ്രൊവൈഡ് ബെറ്റർ വയബിലിറ്റി ടു റെഡ് സെൽസ്. അടുത്തത് ഇൻക്രീസ് വിസ്കോസിറ്റി ഓഫ് പാക്ഡ് റെഡ് സെൽ ഫോർ ഈസി ട്രാൻസ്ഫ്യൂഷൻ. ലാസ്റ്റ് വൺ, വെൻ യൂസിംഗ് അഡിക്റ്റീവ്സ് മാക്സിമം എമൗണ്ട് ഓഫ് ഫ്രഷ് പ്ലാസ്മ ഇസ് ഹാർവെസ്റ്റഡ്. ഏതാ റോങ് ആൻസർ? സി. നമ്മൾ ആക്ച്വലി നമ്മുടെ അഡിറ്റീവ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വിസ്കോസിറ്റി എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് പ്രിസർവേഷൻ ഓഫ് RBC ബൈ ഹൈ ഗ്ലിസറോൾ മെത്തേഡ്? ഹൈ ഗ്ലിസറോൾ മെത്തേഡ് എത്ര ടെമ്പറേച്ചർ? -80 നമ്മുടെ ഹൈ ഗ്ലിസറോൾ മെത്തേഡ് അല്ലേ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണന്റ് ഹാവ് ആക്ച്വൽ ആന്റികോയാഗുലൻ പ്രോപ്പർട്ടി ഇൻ CPDA? ആന്റികോയാഗുലൻ പ്രോപ്പർട്ടികൾ ഏതാ? അഡിനിൻ, സിട്രിക് ആസിഡ്, സിട്രേറ്റ്, മാനിറ്റോഡ്. ഓക്കെ, സിട്രേറ്റ്. അപ്പൊ നിങ്ങൾ ഈ സെക്ഷൻസ് തറവായിട്ട് തന്നെ പഠിക്കുക. അതായത് നമുക്ക് സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി. ആന്റികോയാഗുലൻ സെക്ഷൻ നമുക്ക് റിപ്പീറ്റഡ് ഇങ്ങനെ ഈ ബ്ലഡ് എമൗണ്ട്, നമ്മുടെ ഷെൽഫ് ലൈഫും ഓരോന്നിന്റെയും ഫംഗ്ഷൻ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഡോണർ സെലക്ഷനിൽ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. നമ്മുടെ ആ ഡോണറിന്റെ ഹിമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ അങ്ങനെ ആ റേഞ്ചിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.